Hello, good evening, friends. We all are really excited when we come across robotics and drone technology. So, I welcome you all to this most awaited session of our webinar series Opus 21. I extend my hearty welcome on behalf of IEEE GC Wayanad to our speaker, Sir Abraham George M., an amazing person, founder of Drone Racers Kerala. I welcome you, sir. I also welcome our Avinash sir to session. So here is our opportunity to learn more on drone technology. Now over to Abraham sir. Hello, thank you. Can you hear me? Yes, sir. Okay, thank you. So, from probably this, I'm trying to in this session. Probably I will try to give just an overview about what's drone technology and currently what's the status of the drone technology. And so far the information, so far what the coordinators told me is that most of you guys are from the first year, are in first year, and I don't want to go deep into the technology and whatever it is. And it will be better if you can make this session more interactive by just sending me messages along with this along the meet itself. So like so if you have any doubts regarding any point while discussing, feel free to just type in a message. So can you just message me the background or which trade are you studying, like mechanical or whatever it is? So if I am audible to you, can you please message me something in the chat box, the private the message session? Okay, Saran Krishna, hello. See Mac. Hi. Okay. Okay, thank you. Uh, yeah, I'm getting replies right now. So, are you all comfortable with Malayalam or English? Whatever it is, I am okay. So, it will be better if you can give me a reply on that too. So, ഇതിലെന്തായാലും നമ്മൾ അധികം ടെക്നോളജി അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടൈംസോ അങ്ങനെയൊന്നും അധികം ഡൈവ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇറ്റ് പ്രോബബ്ലി ദിസ് വിൽ ബി ജസ്റ്റ് an overview. Okay, Ajay told me Malayalam. It will be better in Malayalam. Okay. So, is there anyone not comfortable with Malayalam? Okay. സോ ത്രൂ ഔട്ട് ദ സെഷൻ ഞാൻ എന്തായാലും മെസ്സേജ് നോക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ലൈക്ക് അപ്പം തന്നെ ഞാനത് കവർ ചെയ്യാൻ നോക്കാം. ഇൻ കേസ് അപ്പം പറ്റിയില്ലെങ്കിൽ അസൂൺ പ്രസന്റേഷൻ തീരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബിഫോർ ഗോയിങ് ടു നെക്സ്റ്റ് സ്ലൈഡ് ഐ വിൽ കവർ ദാറ്റ്. ഇസ് ദർ എനി അതർ സജഷൻ ഫ്രം യു? ബിക്കോസ് കാര്യം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് സാധനം കേട്ടോണ്ടിരിക്കാം. പക്ഷേ എൻ്റെ സൈഡിൽ നോക്കുമ്പോണ്ടല്ലോ, ഞാനിങ്ങനെ വെറുതെ ഒരു സ്ക്രീനും തുറന്നു വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്രസന്റേഷൻ ഞാൻ തന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫ്രം മൈ സൈഡ് ഇറ്റ്സ് ബോറിംഗ് ആക്ച്വലി. അപ്പോൾ ലൈക്ക് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓൺലൈൻ സെഷൻ ഒരു കുഴപ്പമാണത്, ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതേസമയം നമ്മൾ ഓഫ്ലൈൻ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരു ഫേസ് കോൺടാക്ട് ഉണ്ടാവും, നിങ്ങളുടെ മുഖത്തുള്ള റിയാക്ഷൻ ഉണ്ടാവും. സോ ബെറ്റർ ലൈക്ക് നിങ്ങൾ ഇതുപോലെ റിപ്ലൈ തരുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാലോ. ആരെങ്കിലും വരാനുണ്ടോ ഇനി? കറന്റ്ലി ഐ ആം കൗണ്ടിങ് അറൌണ്ട് 53 മെമ്പേഴ്സ്. കോർഡിനേറ്റർ ആരെങ്കിലും റിപ്ലൈ തരുവാണെങ്കിൽ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. Start yan, sir. ഓക്കെ, താങ്ക് യു. സോ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന UAV ടെക്നോളജി അഥവാ ഡ്രോൺ ടെക്നോളജിയുടെ ചില ബേസിക്സ് മാത്രം. ബേസിക്സ് അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കറന്റ് ഡ്രോൺ ടെക്നോളജി എവിടെയാണ്, നിങ്ങൾക്ക് ഈ ഒരു ഡ്രോൺ ഹോബിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കടന്നു വരാം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പ്രസന്റേഷനിൽ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഡെപ്തായിട്ട് വേണം, ഡെപ്തായിട്ട് കുറച്ചും കൂടി പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് കവർ ചെയ്യും. ഓക്കെ. സോ
സോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് എന്താണ് DRK ഇൻട്രഡക്ഷൻ തരാം. ബേസിക്കലി DRK ഞാനൊരു ഏകദേശം ഒരു തേർഡ് ഇയർ, ഞാനൊരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ആക്ച്വലി. സോ ഞങ്ങൾ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ കോളേജിൽ ഡ്രോൺ ഷോസ്, നിങ്ങൾ GEC ഞാൻ ആക്ച്വലി ഒരു 2 years ബാക്ക് ഞാനൊരു ടോക്കിന് വന്നിട്ടുണ്ട്. ഇതുപോലെ IEEE ഇവന്റ് തന്നെയായിരുന്നു. സോ ഞങ്ങൾ കോളേജിൽ കൂടെ റേസസ് നടത്താറുണ്ട്, അതുപോലെ തന്നെ ഡ്രോൺ ഷോസ് ചെയ്യാറുണ്ട്, പിന്നെ വർക്ക്ഷോപ്സ്, ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്സ് അലോങ് വിത്ത് ഹാർഡ്വെയർ, പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ സോ ഇത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഹോബിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി നോക്കുവാണെങ്കിൽ, ഞങ്ങളുടെ ഏറ്റവും യങ്ങസ്റ്റ് മെമ്പർ ഏകദേശം ഒരു 10th ക്ലാസ് അല്ലെങ്കിൽ 9th ക്ലാസ്സിലൊക്കെ പഠിക്കുമായിരിക്കും. 9th ക്ലാസ്സിലുള്ള ഏറ്റവും യങ്ങസ്റ്റ് മെമ്പർ, അതുപോലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആൾ ഏകദേശം എനിക്ക് തോന്നുന്നു ആൾക്കൊരു 10, 40, 50 വയസ്സ് ഏകദേശം അത്രയൊക്കെ ഉണ്ട്. സോ ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാഫ് ഉണ്ട്, എല്ലാ ട്രേഡിലുള്ള ആൾക്കാരും. മോസ്റ്റ്ലി ഞങ്ങളെല്ലാവരും ഇതൊരു ഹോബി ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ പ്രൊഫഷണലി എടുത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സാധനം പ്രൊഫഷണലി അല്ലെങ്കിൽ ഡ്രോൺ ടെക്നോളജി അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നതാണ്. ഡ്രോൺ വെച്ച് പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഫ്രം ഫിലിമിംഗ്, ഫ്രം മാപ്പിംഗ്, ഫ്രം റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇതെല്ലാം വരും. സോ ഇതാണ് DRKയുടെ അല്ലെങ്കിൽ ഡ്രോൺ ഡിസസ് കേരളയുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ സൈറ്റ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡ്രോൺസ് അല്ലെങ്കിൽ ആദ്യമേ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഡ്രോൺസ് എന്നൊരു ടേം ആദ്യമേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മിലിറ്ററിയുടെ എന്തെങ്കിലും ആവശ്യത്തിനോ, അല്ലെങ്കിൽ ഡ്രോൺസ് വാസ് സപ്പോസ് സംതിങ് യൂസ് ഫോർ സ്പൈ പർപ്പസ് ഓർ മിലിറ്ററി പർപ്പസ്. അപ്പോൾ ആദ്യമേ ഈ ഒരു ഹോബി തുടങ്ങിയ സമയത്ത് ആൾക്കാർക്ക് ഡ്രോൺ എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ ആ ഒരു ടേം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര മടിയായിരുന്നു. അതെന്തോ ഈ പറയുന്ന പോലെ മിലിറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് കാര്യം, അല്ലെങ്കിൽ സ്പൈ വർക്കിന് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ കുറേയധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റർ അത് യൂസ് ചെയ്താണ് ഒരു കോമൺ ടൈം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ഡ്രോൺ എന്ന ഇതിലേക്ക് വന്നത്. പിന്നെ ഈ വർക്ക്ഷോപ്സ് നടത്തുമ്പോഴാണെങ്കിലും ടോക്സ് നടത്തുമ്പോഴാണെങ്കിലും ഞാൻ കൂടുതലും ക്യൂരിയോസിറ്റി കണ്ടിട്ടുള്ളത് ഡ്രോൺ ടെക്നോളജി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നതിനേക്കാളും ആ ഒരു സാധനം ഫ്ലൈ ചെയ്യുന്നുള്ള ആദ്യം തന്നെ എല്ലാവർക്കും ഫ്ലൈ ചെയ്യുന്നൊരു വൗ ഫാക്ടർ ഉണ്ട് ആ സാധനം. കാരണം അത് ഫ്ലൈ ചെയ്യുന്നുള്ള വൗ ഫാക്ടറാണ് കൂടുതൽ ആൾക്കാർക്ക്. പിന്നെയുള്ള കുറേ അധികം ആൾക്കാർക്ക് ഈ സാധനം ഫ്ലൈ ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരെങ്കിലും ഒരു ഡ്രോൺ വർക്ക്ഷോപ്പിന് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പരിപാടിക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും ആ ഡ്രോൺ ഫ്ലൈ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ കൂടുതലും ഈ സാധനം ജസ്റ്റ് ഫ്ലൈ ചെയ്യുന്ന കാണാനൊരു ക്യൂരിയോസിറ്റി. ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ഡീപ്പായിട്ട് പഠിക്കണം ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി വരുന്ന ആൾക്കാർ വളരെ കുറച്ചുണ്ട്. ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, പക്ഷെ കൂടുതൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. സോ അതേ നമ്മളിപ്പോൾ വർക്ക്ഷോപ്സ് എടുക്കുവാണെങ്കിൽ ഈ ബിൽഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഇലക്ട്രോണിക് കമ്പോണൻസ് അങ്ങോട്ടും കണ്ടിട്ട് കുറച്ച് സോൾഡറിങ്, പിന്നെ കുറച്ച് പ്രോഗ്രാമിങ്, അതൊക്കെ ഉള്ളൂ. അപ്പൊ അത് ചെയ്യുമ്പോൾ അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ വൺസ് സാധനം കംപ്ലീറ്റ് ആയി ഒന്ന് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യാൻ ഇത് റെഡി ആകുമ്പോഴത്തേന് ഭയങ്കര ഇൻട്രസ്റ്റോടെ പെട്ടെന്ന് വരും. എന്നിട്ട് അവര് തന്നെ കുറെ നേരം ഫ്ലൈ ചെയ്യും. അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ബേസിക്കലി ഈവൻ നമ്മളിപ്പോൾ ഒരു UAV എന്ന് പറഞ്ഞാൽ അൺമാൻഡ് ഏരിയയിലൊക്കെ നിങ്ങൾ പ്രസന്റേഷനിൽ കാണുന്ന പോലെ പറക്കുന്ന, അതായത് ആളില്ലാത്ത ആര് പറഞ്ഞാലും ആളില്ലാതെ എന്തൊരു വസ്തു പറക്കുക നമുക്ക് അതിന് UAV എന്ന് പറയാം. ഈവൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബലൂൺ അല്ലെങ്കിൽ ബലൂൺ അല്ല, നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു എയ്റോപ്ലെയിൻ വരെ നമുക്ക് വേണമെങ്കിൽ UAV അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയയിൽ എന്ന് പറയാം. പക്ഷെ അതൊന്നും കൺട്രോൾഡ് ഫ്ലൈറ്റ് അല്ല, അതൊക്കെ ഒരു അൺകൺട്രോൾഡ് ഫ്ലൈറ്റ് ആണ്. വൺസ് നമ്മൾ ലോഞ്ച് ചെയ്ത് പിന്നെ നമുക്ക് കൺട്രോൾ ഒന്നുമില്ല. പക്ഷെ ഈ പറയുന്ന പോലെ സാധാരണഗതിയിൽ നമ്മൾ കൂടുതലും റെഫർ ചെയ്യുന്നത് കൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുന്ന എയർക്രാഫ്റ്റുകളെ, അതും ആളില്ലാണ്ട് പോകുന്ന എയർക്രാഫ്റ്റുകളാണ് നമ്മൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ കോമൺ നവ ഡേയ്സ് ഇറ്റ്സ് കോമൺ ടു കോൾ ഡ്രോൺസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടൈപ്സ് ഓഫ് ഏതൊക്കെ തരം നോക്കാം. അതായത് ഫിക്സഡ് വിങ് ഉണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, മൾട്ടി റോട്ടേഴ്സ് ഉണ്ട്. ഈ ഫിക്സഡ് വിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയിൻ പോലത്തെ, അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ പ്ലെയിൻസ് മോഡലുണ്ട്, അതുപോലെ തന്നെ ഡ്രോൺസിന് വേണ്ടി മാത്രം, അതായത് ജസ്റ്റ് ഫോർ ഡ്രോൺസ്, അതായത് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫിക്സഡ് വിങ് ഡ്രോൺസ് ഉണ്ട്. ഇനി കൊമേഴ്ഷ്യൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഫോർ എക്സാമ്പിൾ സെസ്ന അല്ലെങ്കിൽ പൈപ്പർ കപ്പ് അതുപോലത്തെ ഒക്കെ വലിയ മോഡൽസ് ഉണ്ട്. അതായത് ആൾക്കാർക്ക് ഇരുന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്ലെയിൻസ് ഉണ്ട്. അപ്പൊ അതിനെ തന്നെ സ്കെയിൽ ചെയ്തിട്ട് ഒരു 1 meter വിങ് സ്പാനോ അല്ലെങ്കിൽ 2 meter വിങ് സ്പാനിലോ ചെയ്യുന്ന ആ ഒരു മോഡലിനാണ് നമ്മൾ ഫിക്സഡ് വിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ സാധനം കുറച്ചും കൂടി ക്ലിയർ ആവാൻ ജസ്റ്റ് ഒരു ഇമേജ് നമുക്ക് മനസ്സിലാവും എന്തായാലും. പിന്നെ ഹെലികോപ്റ്റേഴ്സ് നമുക്കെല്ലാം സാധാ ഹെലികോപ്റ്ററിന്റെ ചെറിയ മോഡൽസ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ സിംഗിൾ റോട്ടർ ആയിരിക്കും. മൾട്ടി റോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ റൊട്ടേറ്റിംഗ് പാർട്സ് ഉള്ള ഏതൊരു UAVനെ നമ്മൾ മൾട്ടി റോട്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതില് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് പാർട്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് മെക്കാനിസം ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റേഴ്സിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മെക്കാനിസത്തിന്റെ കോംപ്ലക്സിറ്റി കുറവുള്ളതുകൊണ്ട് തന്നെയാണ് ഈ മൾട്ടി റോട്ടേഴ്സ് അല്ലെങ്കിൽ ക്വാഡ് കോപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡ്രോൺസ് മാത്രം നല്ലപോലെ പോപ്പുലർ ആവാൻ കാര്യം. നിങ്ങൾ ഇതിൽ മെക്കാനിക്കലുള്ള എത്ര പേരുണ്ട്? മെക്കാനിക്കലുള്ള ഒരു ചോദ്യം ഇതാണ്. അതായത്
വാട്ട് ഐ എം ആസ്കിങ് ഈസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു മെക്കാനിക്കൽ ഡിവൈസിന്റെ അല്ലെങ്കിൽ ഏതൊരു മെഷീൻ്റെ ആണെങ്കിലും നമ്പർ ഓഫ് മൂവിങ് പാർട്സ് കൂടുമ്പോൾ അതിന്റെ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഫെയിലർ ചാൻസ് കൂടും. ഫെയിലർ ചാൻസ് നമ്പർ ഓഫ് മൂവിങ് പാർട്സ് കൂടുമ്പോൾ കൂടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, യാ റൈറ്റ്. അതായത് നമ്പർ ഓഫ് മൂവിങ് പാർട്സ് കൂടുമ്പോൾ മെക്കാനിസം ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഫിക്സഡ് വിങ് ആണോ ഹെലികോപ്റ്റർ ആണോ മൾട്ടി റോട്ടർ ആണോ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതൽ? മൾട്ടി റോട്ടർ അല്ല. മൾട്ടി റോട്ടർ ഫെയിൽ ആവാൻ ചാൻസ് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ വെൻ കമ്പയർ ടു അതേഴ്സ് മൾട്ടി റോട്ടർ ആക്ച്വലി കുറവാണ്. കാരണം ഹെലികോപ്റ്റർ, എക്സാക്ട്ലി ഹെലികോപ്റ്റർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇമേജ് കാണുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് 2 ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ എന്താ, ഇതാണ് ഒരു ഫിക്സഡ് വിങ് മോഡൽ എന്ന് പറഞ്ഞാൽ. ഫിക്സഡ് വിങ് മോഡൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിന്റെ മൂവിങ് പാർട്സ് വരുന്നത് ഇവിടെ ഒരു കൺട്രോൾ സർഫസ്, ഇവിടെ ഒരു കൺട്രോൾ സർഫസ്, 2 കൺട്രോൾ സർഫസും പിന്നെ ഒരു റൊട്ടേറ്റിംഗ് പ്രൊപ്പലറും ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മൗസ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു കൺട്രോൾ സർഫസും ഇത് 2 കൺട്രോൾ സർഫസ് എന്നാണ് പറഞ്ഞത്. ഇതിൽ എലറോൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ എലറോൺസും 2 എലറോൺസും ഒരു പ്രൊപ്പലറും ഉള്ളൂ. അതായത് ആക്ച്വലി മൊത്തം 3 മൂവിങ് പാർട്സ്. ഇതൊരു ഫ്ലൈയിങ് ആണ്. ഇതിനും ഈ പറയുന്ന പോലെ 2 മൂവിങ് പാർട്ടും ഒരു പ്രൊപ്പലറും ഉള്ളൂ. ഇൻ ദ കേസ് ഓഫ് ഇതിൽ വരുമ്പോൾ നമുക്ക് രണ്ട് എലറോൺസ് വരും, അതുപോലെ തന്നെ ഒരു എലവേറ്റർ വരും, ഒരു റഡർ വരും, പിന്നെ ഒരു മൂവിങ് പാർട്ടും കൂടി വരും. ഇതിൽ ശരിക്കും അതായത് റൊട്ടേറ്റിംഗ് പാർട്ട് പ്രൊപ്പലറും കൂടി വരും. ഇതില് ഈ പറയുന്ന എലവേറ്റർ യൂസ് ചെയ്യുന്നത് പ്ലെയിന്റെ ആൾട്ടിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യാനും, റഡർ യൂസ് ചെയ്യുന്ന ഹെഡിങ് അഡ്ജസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ എലറോൺസ് യൂസ് ചെയ്യുന്നത് അത് ഏത് സൈഡിലേക്ക് ബാങ്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാനാണ്. ഓക്കെ, ഇതാണ് ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററിന്റെ കാര്യം പറയാൻ നമ്മൾ നോക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ ആകെ ഒരു മെയിൻ റോട്ടർ ഉണ്ട്, ഒരു സെക്കൻഡറി റോട്ടർ ഉണ്ട്, രണ്ടും കിടന്ന് കറങ്ങുന്നു. പക്ഷെ ഇതിന്റെ മെക്കാനിസത്തിന്റെ കോംപ്ലക്സിറ്റി വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോട്ടർ ശരിക്കും പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ഫുള്ളി പിച്ച്, ഈ ബ്ലേഡ്സിന്റെ പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ റോട്ടർ ഫുള്ളി ടിൽറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ മെക്കാനിസം അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന്റെ മെക്കാനിസത്തിന്റെ കോംപ്ലക്സിറ്റി വരുന്നത്. ഇപ്പൊ മെക്കാനിസം നിങ്ങൾ കാണണമെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് സ്വാഷ് പ്ലേറ്റ് മെക്കാനിസം. എനിക്കറിയില്ല മെക്കാനിക്കലി സ്വാഷ് പ്ലേറ്റ് മെക്കാനിസം പഠിക്കാനുള്ളതെന്ന്. പക്ഷെ ഒരു ഹെലികോപ്റ്റർ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഇത്രയും കോംപ്ലക്സ് ആയ മെക്കാനിസം വെച്ചാണ്. അതായത് ഇത്രയും ആലോചിച്ചാൽ മതി, ഒരു ഹൈ RPM കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മെയിൻ റോട്ടർ. ആ റോട്ടറിന്റെ പിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലേഡ് കണ്ടോ, ഈ ബ്ലേഡ് നമ്മൾ മുമ്പോട്ടല്ല അതിന്റെ ടിൽറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. ഫുൾ റോട്ടറിന്റെ ടിൽറ്റ് മാറ്റും. അത് മുമ്പോട്ട് പോകാനോ പുറകോട്ട് പോകാനായിട്ട് നമ്മൾ ഫുൾ റോട്ടറിന്റെ ടിൽറ്റ് മാറ്റും. അല്ലാണ്ട് നമുക്ക് പിച്ച് കൂട്ടാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ നമുക്ക് ലിഫ്റ്റ് വേണം, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ നമുക്ക് ഫ്രം ഗ്രൗണ്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബ്ലേഡിന്റെ ടിൽറ്റ് മാത്രം മാറ്റും. അങ്ങനെ ടിൽറ്റ് മാത്രമുള്ള മെക്കാനിസം. പിന്നെ എൻ്റെ റോട്ടർ മൊത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന റോട്ടർ നമുക്ക് മുമ്പോട്ട് ഫുൾ ടിൽറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന്റെ പേരാണ് പിച്ച്. അപ്പൊ ആ പിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡ്രോൺ അല്ലെങ്കിൽ നമ്മുടെ ഹെലികോപ്റ്റർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പിച്ച് ഡൗൺ ചെയ്യുമ്പോൾ പുറകോട്ട് വരും. 2 സൈഡിലേക്ക് റോൾ ചെയ്യുന്നതിനനുസരിച്ച്, റോൾ ആക്സിസ് നമ്മൾ കൺട്രോൾ കൊടുക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മൾട്ടി റോട്ടേഴ്സിന്റെ കേസ് എടുത്ത് നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ മൾട്ടി റോട്ടറിന് 4 മൂവിങ് പാർട്ടേ ഉള്ളൂ. അത് 4ഉം റൊട്ടേറ്റിംഗ്, ലീനിയർ മോഷൻ ഒന്നുമില്ല, എല്ലാം 4ഉം റൊട്ടേറ്റിംഗ് തന്നെയാണ്. ഒരു 4 മോട്ടർ, ഒരു ക്വാഡ് കോപ്റ്ററിന്റെ കേസിലാണ് പറയുന്നത്. ഒരു 4 മോട്ടർ ഉണ്ടെങ്കിൽ ഒരു മൾട്ടി റോട്ടർ അല്ലെങ്കിൽ ഒരു ക്വാഡ് കോപ്റ്റർ വർക്കാവും. ഈ പറയുന്ന പോലെ 3 റോട്ടറുള്ള ട്രൈകോപ്റ്റേഴ്സും ഉണ്ട്. പക്ഷെ ട്രൈകോപ്റ്റേഴ്സിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈകോപ്റ്റേഴ്സിന്റെ അവസാനത്തെ മോട്ടർ അല്ലെങ്കിൽ ടെയിൽ മോട്ടർ ആക്ച്വലി ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീനിയർ മെക്കാനിസത്തിലാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി ആ ഒരു പർട്ടിക്കുലർ മോട്ടറിനുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ കൂടുതലും ഇപ്പൊ ഈ പറയുന്ന ഇൻസ്പയർ 2 അല്ലെങ്കിൽ ആൾട്ടർ, ഇത് രണ്ടും കൂടുതലും യൂസ് ചെയ്യുന്നത് ഫിലിമിംഗ് പർപ്പസിനാണ്. നിങ്ങൾക്ക് ആ ക്യാമറ ആണോ മനസ്സിലാവും. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് കൂടുതലും ഫിലിമിംഗ് പർപ്പസിനാണ്. ഇൻ ദ കേസ് ഓഫ് ഈ 3D സോളോ എന്ന് പറഞ്ഞ ക്യാമറ, അല്ലെങ്കിൽ ഇത് 3D റോബോട്ടിക്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാപ്പിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സർവേ, അതുപോലെ പരിപാടി, സർവേലൻസ് അതുപോലെ പർപ്പസിന് വേണ്ടിയായിരുന്നു. ഇത് നോക്കുവാണെങ്കിൽ ഇതൊരു ക്വാഡ് കോപ്റ്റർ ആണ്, ഇതൊരു ക്വാഡ് കോപ്റ്റർ ആണ്, ഇതൊരു ക്വാഡ് കോപ്റ്റർ ആണ്. ഇതെനിക്ക് തോന്നുന്നു
ഇതൊരു ഒക്ടാകോപ്റ്റർ ആണ് ആക്ച്വലി. ഇതിന് നമ്മൾ പറയുന്ന പോലെ ഇതിന്റെ ഒക്ടാകോപ്റ്റർ അല്ലെങ്കിൽ ക്വാഡ് കോപ്റ്റർ, ട്രൈകോപ്റ്റർ, ഹെക്സാകോപ്റ്റർ അങ്ങനെ പേര് വരുന്നത് എത്ര റോട്ടർ ഉണ്ട് എന്ന് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ 8 റോട്ടർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 8 റോട്ടർ വയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഏകദേശം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ റെഡ് എന്ന് പറഞ്ഞ ക്യാമറയുടെ പ്രൈസ് ഏകദേശം ഒരു 35 to 50 lakhs ഒക്കെ വരും. വിത്ത് ലെൻസ്, ജിംബൽ ആൻഡ് എവരിത്തിങ് വന്നു കഴിയുമ്പോൾ അതിൽ കൂടുതൽ പോകും. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ഒരു എക്യുപ്മെന്റ് നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 കൺസേൺ ഉണ്ട്. ഒന്ന്, ആ എക്യുപ്മെന്റ് നമുക്ക് പോകരുത്, പിന്നെ വേറെ ആരുടെ തലയെ സാധനം വീഴരുത്. കാരണം ഇതിന് വെയിറ്റും ഉണ്ട്, ആ ഒരു സിസ്റ്റത്തിന് വെയിറ്റ് ഉണ്ട്, അതുപോലെ ക്യാമറയ്ക്കും വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ലിഫ്റ്റ് വേണം. ഇത്രയും വെയിറ്റ് നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ കൂടുതൽ ലിഫ്റ്റ് വേണം. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുന്നത്. ഒരു ക്വാഡ് കോപ്റ്റർ എടുക്കുവാണെങ്കിൽ അതിന്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും റോട്ടർ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ എൻ്റെ സിസ്റ്റം ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ അവസാനം വളരെ കുറച്ച് നമ്മൾ ഇതിന്റെ ഫോഴ്സസിലേക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ ടെക്നിക്കലി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഡൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഒരു ക്വാഡ് കോപ്റ്ററിൽ ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പലർ അല്ലെങ്കിൽ ഒരു മോട്ടർ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം ഫെയിൽ ആവാനുള്ള കാര്യം എന്താണ്. ഈ പറയുന്ന പോലെ ഈ X8 കോൺഫിഗറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഏകദേശം 12 റോട്ടേഴ്സ് ഉള്ള കോൺഫിഗറേഷൻ ഉണ്ട്. പിന്നെ ഈ X4 കോൺഫിഗറേഷൻ, അതായത് നമ്മുടെ ക്വാഡ് കോപ്റ്ററിന്റെ കോൺഫിഗറേഷനിലെ മേളിലും താഴെ മോട്ടോർ വെച്ചുള്ള കോൺഫിഗറേഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ എക്സ്ട്രാ മോട്ടേഴ്സ് എല്ലാം ആഡ് ചെയ്യും നമുക്ക് കൂടുതൽ റെഡൻഡൻസി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേലോഡ് ഏതാണോ ആ പേലോഡിന് സേഫ് ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റ് കുറേ കൂടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ റോട്ടേഴ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സാധനം കേട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? VTOL എന്നാണ് പറയുന്നത്, വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. അപ്പോൾ ക്വാഡ് കോപ്റ്റേഴ്സിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ടൈം വളരെ കുറവായിരിക്കും. ഫ്ലൈറ്റ് ടൈം കുറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു സാധനം പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് എയറിൽ നിർത്തണമെങ്കിൽ നമുക്ക് 4 മോട്ടർ അറ്റ് എ ടൈം ഹൈ RPM കറങ്ങിക്കൊണ്ടിരിക്കണം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടേഴ്സിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ട് ക്വാഡ് കോപ്റ്റേഴ്സിന് വളരെ ഈ പറയുന്ന നല്ലപോലെ ഫ്ലൈറ്റ് ടൈം കുറവാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു ക്വാഡ് കോപ്റ്റർ അല്ലെങ്കിൽ ഇൻസ്പയർ 2 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് കൺട്രോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പേലോഡ് അനുസരിച്ച് മാറും. ഏകദേശം ഒരു 30 മിനിറ്റ് വരെ കിട്ടുമെന്ന് പറയുമെങ്കിലും കാറ്റൊക്കെ കൂടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഫ്ലൈറ്റ് ടൈം കുറയും. ഏകദേശം നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെയാണ്. ഇവൻ നിങ്ങൾ സാധാരണ കല്യാണങ്ങൾക്ക് കാണുന്ന ഡിജെയുടെ ഫാൻറ്റഫോറിന്റെ വെള്ള ഡ്രോൺ ഉണ്ട്. ആ ഡ്രോണിൽ കിട്ടുന്ന ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഈ പറയുന്ന പോലെ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെയാണ്. ഈ പറയുന്ന ഇതുപോലത്തെ കോപ്റ്റേഴ്സിന് അല്ലെങ്കിൽ 3D സോളോ ഇതിനൊക്കെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം 20 മിനിറ്റ് അത്രയൊക്കെ ഫ്ലൈറ്റ് ടൈം കിട്ടുള്ളൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് VTOL അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇതൊരു ഹൈബ്രിഡ് ആണ് ആക്ച്വലി. നമ്മുടെ പ്ലെയിനും നമ്മുടെ ക്വാഡ് കോപ്റ്റേഴ്സും വെച്ച് നോക്കുമ്പോൾ ക്വാഡ് കോപ്റ്റേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും അധികം സ്ഥലമൊന്നും വേണ്ട, നേരെ താഴത്തേക്ക് കണ്ടപ്പോൾ നേരെ മേളിലേക്ക് പോകും. അതേസമയം പ്ലെയിൻ അങ്ങനെയല്ല. പ്ലെയിൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്ലെയിൻ ആണെങ്കിലും നമ്മളിപ്പോൾ ഹോബി പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു ഫിക്സഡ് വിങ് ഡ്രോൺ ആണെങ്കിൽ പോലും അത് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ കുറച്ച് ഏരിയ വേണം, അല്ലെങ്കിൽ നമ്മൾ ത്രോ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ലാൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് സ്ഥലം വേണം. സംതിങ് സിമിലർ ടു റൺവേ എന്ന് പറയില്ല, പക്ഷെ കുറച്ച് ഏരിയ നമുക്ക് ഒരിക്കലും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പേഴ്സണലി ഞാനിപ്പോൾ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ രീതിയിൽ കയാക്കിങ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ ഡ്രോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് എൻ്റെ കയ്യിരിക്കുന്ന ക്വാഡ് കോപ്റ്റർ ഞാൻ അതിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു പ്ലെയിൻ ആണ് അങ്ങനെ പറ്റില്ല. അതേസമയം പ്ലെയിൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്ലൈറ്റ് ടൈം കിട്ടും. ഒരു പ്ലെയിൻ്റെ ഫ്ലൈറ്റ് ടൈം അല്ലെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലെയിൻസ് ഒരു സ്റ്റാർട്ടിങ് ഫ്രം 30 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ എയറിൽ, അതായത് വൺസ് നമ്മൾ ലോഞ്ച് ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞാൽ ലാൻഡ് ചെയ്താൽ മതി ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട്. ക്വാഡ് കോപ്റ്ററിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിങ്ങനെ ബാറ്ററി മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് കുഴപ്പം. അപ്പോൾ ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലൈറ്റ് ടൈം അതുപോലെ തന്നെ സ്പേസ് കൺസ്ട്രെയിൻ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണുന്ന VTOL അല്ലെങ്കിൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വരുന്നത്. ആക്ച്വലി ഇത് ലാൻഡ് ചെയ്യുന്ന നേരത്തും ടേക്ക് ഓഫ് ചെയ്യുന്ന നേരത്തും അതൊരു മൾട്ടി റോട്ടർ പോലെ ആക്ട് ചെയ്യും. പക്ഷെ ഇൻ ഫ്ലൈറ്റ്, അതായത് പറയുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ ഇൻ ഫ്ലൈറ്റ് ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു പ്ലെയിൻ പോലെ, അല്ലെങ്കിൽ ഇത് ഗ്ലൈഡ് ചെയ്യും. അതായത് നമ്മുടെ വിങ് വെച്ചിട്ട് ഇതിന്റെ ഈ കാണുന്ന രണ്ടെണ്ണം ഉണ്ട്, ഇത് ആക്ച്വലി വിങ് അറ്റാക്ക് ചെയ്യും. അതായത് സാധനം മേളിലേക്ക് ആദ്യം ടേക്ക് ഓഫ് ചെയ്യും, ഒരു പർട്ടിക്കുലർ ആൾട്ടിറ്റ്യൂഡ് എത്തിക്കഴിയുമ്പോൾ ടിൽറ്റ് ചെയ്ത് പിന്നെ അതൊരു പ്ലെയിൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡ്രോൺ എങ്ങനെയാണ് വർക്ക് ആവുന്നത് അതുപോലെ ആയിരിക്കും പിന്നീട് ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഡ്രോൺ ഉണ്ടോ? ഇന്ത്യയിൽ ഡ്രോൺ ഉണ്ടോന്നല്ല, ഇന്ത്യക്ക് ഡ്രോൺ ഉണ്ടോന്ന് ചോദിച്ചു. ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ ഇരിക്കുന്ന ആരെങ്കിലും കൊച്ചി എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? കൊച്ചി, എറണാകുളം?
യെസ്, അശ്വിൻ മാത്യൂസ്. അശ്വിൻ മാത്യൂസ് എവിടെ നിന്നാണ്? കൊച്ചി നേവൽ ബേസ് അറിയോ? നേവൽ ബേസ്. ഓക്കെ, നേവൽ ബേസ് അറിയാം. അവർക്കവിടെ ഡ്രോൺ ഉണ്ടോ? അവരുടെ ഏതെങ്കിലും ഡ്രോൺ കണ്ടിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് തോന്നുന്നു 2018 ഓർ സംതിങ്, 2018 ആയിരിക്കും, 2008 സംതിങ് അവരുടെ ഡ്രോൺ ഒരെണ്ണം കടലിൽ പോയിട്ടുണ്ട്. ആ ഫ്ലൈയിങ് എറർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എറർ കൊണ്ട് കടലിൽ പോയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം അവരെങ്കിലും വെറുതെ ബേസിക്കലി ഈ സാധനം ഫ്ലൈ ചെയ്തപ്പോൾ ക്രാഷ് ആയിരുന്നു. ക്രാഷ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിലല്ല, പക്ഷേ പബ്ലിക് പ്ലേസ് ഇത് ക്രാഷ് ആയിട്ടുണ്ട്. പത്രത്തിലൊക്കെ വാർത്ത, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ഇന്ത്യൻ നേവി ഡ്രോൺ ക്രാഷ് അങ്ങനെ ഗൂഗിൾ ആണെങ്കിൽ രണ്ട് ന്യൂസ് കിട്ടും. ഒരെണ്ണം കടലിൽ പോയ ഒരു ന്യൂസും പിന്നെ ഒരെണ്ണം ക്രാഷ് ആയ ന്യൂസും. ബേസിക്കലി നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണെങ്കിലും ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ചിലപ്പോഴൊക്കെ നമ്മുടെ തലയുടെ മേൽ കൂടെ നമ്മൾ പോലും പറയാണ്ട് ഇഷ്ടംപോലെ ഡ്രോൺസ് സർവൈലൻസ് പർപ്പസിനൊക്കെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഗവൺമെന്റും ഫ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഏജൻസീസും അവരുടെ ആവശ്യങ്ങൾക്ക്, ലൈക്ക് പ്രൈവറ്റ് ഏജൻസീസ് ഒരിക്കലും സെക്യൂരിറ്റി അതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും. അവർ കൂടുതലും എന്തെങ്കിലും ലാൻഡ് സർവേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇന്ത്യയിൽ സോഫാർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിൽ ഉള്ള ഒരു കുറച്ച് ഡ്രോൺസിന്റെ ഇമേജസ് അല്ലെങ്കിൽ കുറച്ച് പേര് കാണാം. ഇതൊരു ഫിക്സഡ് വിങ് ഡ്രോൺ ആണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഫിക്സഡ് വിങ് ഡ്രോൺ ആണ്. ഫിക്സഡ് വിങ് ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു പ്ലെയിൻ്റെ ഏകദേശം ഒരു പ്ലെയിൻ പോലിരിക്കുന്ന ഡ്രോൺ ആണ്. ഇതുപോലത്തെ ഡ്രോൺസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മുടെ റൂമിന്റെ അത്രയും വലിപ്പമൊക്കെ വരുന്ന ഡ്രോൺ ആണ്. പ്ലെയിൻ്റെ അത്രയും വലിപ്പമില്ല, പക്ഷേ ഏകദേശം നമ്മുടെ റൂമിന്റെ അത്രയും വലിപ്പം. ഏകദേശം വിങ് സ്പാൻ എന്ന് പറയുമ്പോൾ ഒരു 30 മീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 40 മീറ്റേഴ്സ് ഒക്കെ വിങ് സ്പാൻ, ഏകദേശം അത്രയൊക്കെ വിങ് സ്പാൻ വരുന്ന മോഡൽസ് ആണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇതൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേലോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എക്സ്ട്രാ ഒരു ക്യാമറ വെക്കുകയാണെങ്കിൽ അതൊരു പേലോഡാണ്. ഒരു തെർമൽ ഇമേജിംഗ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ അതൊരു പേലോഡാണ്. ഒരു ലൈഡാർ വെക്കുകയാണെങ്കിൽ അതൊരു പേലോഡാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പേലോഡ് വെച്ചിട്ട് ഈ സാധനം പ്രീ ഫ്ലൈറ്റ് മിഷൻ, അതായത് ഓൾറെഡി പ്രീ പ്രോഗ്രാംഡ് മിഷൻസിൽ അതിൽ പർട്ടിക്കുലർ പാത്തി കൂടെ ഫ്ലൈ ചെയ്യും. എന്നിട്ട് ഫ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഡേറ്റ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു റേഡിയേഷൻ മിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പറയുന്ന IR മിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മുടെ എല്ലാവർക്കും ഒരു ടെമ്പറേച്ചർ സിഗ്നേച്ചർ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു തെർമൽ ക്യാമറ കൂടെ നോക്കുവാണെങ്കിൽ, ഒരു റോഡിൽ നോക്കുവാണെങ്കിൽ, ഇപ്പൊ കുറെ ആൾക്കാർ നിൽക്കുന്നത് നമ്മൾ തെർമൽ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാർ ഉള്ളിടത്ത് മാത്രം കുറച്ച് ചൂട് കൂടുതൽ കാണും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു ഹീറ്റ് സിഗ്നേച്ചർ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു കാട്ടിലൊരാൾ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു ഡ്രോണിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരാൾ ലോസ്റ്റ് ആയി, അല്ലെങ്കിൽ നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ആരെങ്കിലും ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു തെർമൽ ക്യാമറ വെച്ച് ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ആക്ച്വലി ആൾക്കാരുള്ള സ്ഥലം മാത്രമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഡ്രോണിന്റെ യൂസ് ശരിക്കും വരുന്ന പറഞ്ഞാൽ അത് ഒരു ഫ്ലൈയിങ് മെഷീൻ എന്ന രീതിയിലല്ല, അതിൽ നമ്മൾ എന്ത് പേലോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പേലോഡ് മാറുന്നതനുസരിച്ചാണ് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ സർവേക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈഡാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പറയുന്ന ജസ്റ്റ് ക്യാമറ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പറയുന്ന പോലെ വേറെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ലൈക്ക് എന്തെങ്കിലും റേഞ്ച് ഫൈൻഡറോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് സർവേ എടുക്കാം. പക്ഷെ ഒരിക്കലും പിന്നെ നമുക്ക് ഇൻ കേസ് ഓഫ് വെജിറ്റേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രിസിഷൻ അഗ്രികൾച്ചർ എന്ന പ്രോസസ് ഉണ്ട്. അത് നമുക്ക് വേണ്ടത് NVDA ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. NVDA ഇൻഡെക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ ഇൻഡെക്സ്. അതായത് ഓരോ പ്ലാന്റിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിന് ഡിസീസ് ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ഹീറ്റ് സിഗ്നൽസ് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ സിഗ്നേച്ചർ വേറെ ആയിരിക്കും. അത് വെച്ച് നമുക്ക് പ്ലാന്റിന്റെ അനാലിസിസ് നടത്താൻ പറ്റും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ക്രോപ്പും അല്ലെങ്കിൽ എന്തൊരു ഈൽഡ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഗ്രോത്ത് എന്തൊരു സുഖമായിട്ട് നമുക്കൊരു ഡ്രോൺ വെച്ച് വിത്ത് ഫ്രാക്ഷൻ ഓഫ് എ ടൈം, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ അല്ലാണ്ട് ഒരു വലിയൊരു ഫീൽഡ് എടുക്കാൻ പോകണമെങ്കിൽ 1-2 ദിവസം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഡ്രോൺ വെച്ച് തീർക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഈ കാണുന്ന ഇന്ത്യയിൽ സോഫാർ ഉള്ള ഇന്ത്യയിലുള്ള ഡ്രോൺസിന്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലിസ്റ്റ് എനിക്ക് കിട്ടിയത് ആക്ച്വലി വിക്കിപീഡിയ എന്നാണ്. ഈ പറയുന്ന ഈ നേത്ര എന്ന് പറയുന്ന ഡ്രോൺ ആക്ച്വലി ഒരു മൾട്ടി റോട്ടർ ആണ്. ഇത് എക്സാക്ട്ലി ഇറ്റ്സ് ക്വാഡ് കോട്ടർ. ഓക്കെ, ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ അബ്യ, സൗറ, ഫ്ലഫൈ, ഈഗിൾ, ലക്ഷ്യ, നേത്ര, ഇതെല്ലാം കൂടുതലും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് DRDO, അല്ലെങ്കിൽ ഈ DRDOയുടെ ആണ് കൂടുതൽ ഡ്രോൺസ് വരുന്നത്. ഈ ഡ്രോൺസ് എല്ലാം പലപ്പോഴും പല ആവശ്യങ്ങളും, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പോലെ മിലിറ്ററിയുടെ ചില ഓപ്പറേഷൻസ്, അതായത് നമ്മൾ നോക്കുവാണെങ്കിലും ഈ ഇടയ്ക്ക് ഈ മിലിറ്ററിയുടെ ചില ട്രയൽ പ്രാക്ടീസസ് ഒക്കെ നടത്തും, മോക്ക് ഡ്രിൽസ് ഒക്കെ നടത്തുമ്പോൾ അവർ ഡ്രോൺസ് വെച്ചല്ല ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ
റിപ്പബ്ലിക്കിലേക്ക് നമ്മൾ ഡ്രോൺസ് വെച്ച് അവർ ഡെമോൺസ്ട്രേഷൻ നടത്തിയിരുന്നു. ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രോൺസ് എല്ലാം ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ഇത് പ്രകാരം ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഡ്രോൺ ആയിരിക്കും അതിൽ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം അവർ നടത്തി നിൽക്കുന്ന ഐഡിയ ഫോർജ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡ്രോൺസ് ആണ്. ലൈക്ക് മിലിറ്ററി ഏരിയാസിൽ നമ്മൾ മെഡിസിൻ കൊണ്ട് ഡെലിവറി ചെയ്യുന്നു, അതുപോലെ തന്നെ എന്തെങ്കിലും അമ്യൂണേഷൻ ഡെലിവറി ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെന്ന് ഡിസ്പ്ലേ ചെയ്തത്. ഓക്കെ, ഇതല്ലേ ഈ പറയുന്ന ഇമേജ് എല്ലാം എനിക്ക് കിട്ടിയത് വിക്കിപീഡിയയിൽ നിന്നാണ്. ഈ പറയുന്ന പോലെ ഡിആർഡിഒ, നിശാന്ത്, ഇമ്പീരിയൽ ലീഗൽ, അതുപോലെ ലക്ഷ്യ, ഇതുപോലത്തെ ഡ്രോൺസ് ഒക്കെ ഇന്ത്യക്ക് ഉണ്ട്. ജസ്റ്റ് ഒരു ഓവർവ്യൂവിന് പറയുന്നതാണ്. പിന്നെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി വന്നൊരു ഡ്രോൺ ഇതാണ്. അതായത് ഇസ്രായേൽ ഉണ്ടെങ്കിൽ ഹെറോൺ എന്ന ഡ്രോൺ. ഇത് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എനിവേ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു റിയൽ ലൈഫ് എയർപ്ലെയിൻ അത്രയും സൈസും ഇല്ല. പക്ഷെ ഈ പറയുന്ന ടയർ ഉണ്ടല്ലോ, ഈ ടയറിന് ഏകദേശം ഒരാളുടെ അത്ര പൊക്കമുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ ഒരു ജസ്റ്റ് ഈ UAV ഹെറോൺ അല്ലെങ്കിൽ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയുടെ ഹെറോൺ എന്ന ഡ്രോൺ സെർച്ച് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതിന്റെ വലുപ്പം എന്തൂരമെന്ന്. ഇതിൽ ആക്ച്വലി വരുന്നത് ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 to 8 hours ഒക്കെ ഫ്ലൈറ്റ് ടൈം ഉണ്ട്. അപ്പൊ ഇത്രയും മണിക്കൂർ കൂടുതലും ഫ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇതിങ്ങനെ നമ്മുടെ ആകാശത്തോടെ പോകുന്നു. എന്നിട്ട് എവിടെയൊക്കെ ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക്കിന്റെ അനാലിസിസ്, ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലും ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയാണ്, കൂടുതലും സർവൈലൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രോണാണ് ഇത്. ഇത് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് ഏകദേശം വരുന്നത് 10 million ആണ്. ഇപ്പൊ നിലവില് ഈ ഒരു ഡ്രോൺ ഉപയോഗിക്കുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനുണ്ട്, അതുപോലെ ഇന്ത്യനുണ്ട്, ബ്രസീലിന്, ടർക്കിഷുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രോൺ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് മേടിക്കുന്നതാണ് ഈ ഡ്രോൺ. ഓക്കെ, പിന്നെ നിലവില് ഡ്രോൺസ് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് കുറച്ച് ലിസ്റ്റ് ചെയ്യാമോ? ഓക്കെ, ഫോട്ടോഗ്രാഫി, അഭിജിത്ത് എപ്പോഴെങ്കിലും മാപ്പിംഗ് ഡ്രോൺ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? അത് ജസ്റ്റ് വെറുതെ മാപ്പിംഗ് എവിടെയെങ്കിലും വായിച്ചതിൽ പറഞ്ഞാണോ? ഓക്കെ, വീഡിയോഗ്രാഫി എല്ലാവരും കണ്ടിട്ടുള്ളല്ലേ? കല്യാണങ്ങൾക്ക് മറ്റു യൂസ് ചെയ്ത DJ എന്ന് പറഞ്ഞ ഡ്രോൺ, ഒരു വെള്ള ഡ്രോൺ. ഡ്രോൺ റേസ്, ഓക്കെ, സർവൈലൻസ്, ഫയർ ഫൈറ്റിംഗിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചെയ്യാനുണ്ടല്ലോ, ഈ വെള്ളം കൊണ്ടെടുക്കുക പറഞ്ഞാൽ കുറച്ച് പണി. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ബോൾ ഉണ്ട് ഫയർ ഫൈറ്റിംഗ് യൂസ് ചെയ്യുന്ന ബോൾ, അത് വെച്ചിട്ട് ഡെമോൺസ്ട്രേഷൻ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളൊരു പിന്നെ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ബോൾ കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന പരിപാടി. ഫയർ ഫൈറ്റിംഗ് യൂസ് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ. ഈ ഫയർ ഫൈറ്റിംഗിന്റെ കൂടുതൽ നമുക്ക് ഈ ഡ്രോൺ ആപ്ലിക്കേഷൻ വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ അവിടെ ആൾ പെട്ടുപോയെന്നുണ്ടെങ്കിൽ നമുക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓഫ് കോഴ്സ് നമുക്ക് ഈ പറയുന്ന പോലെ വേറൊരാളെ അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ഓപ്പറേറ്ററെ അങ്ങോട്ട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും കറക്റ്റ് ലൊക്കേഷനിലേക്ക്. ഈ പറയുന്ന സെയിം പരിപാടിയാണ് നമ്മുടെ വെള്ളപ്പൊക്കത്തിനാണെങ്കിലും ഈ പറയുന്ന പോലെ ഞാനാണെങ്കിലും പോയിട്ടുണ്ട്, റെസ്ക്യൂ ഓപ്പറേഷൻ പോയിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡൻസ് വരുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ചിട്ട് എവിടെയെങ്കിലും ആളുണ്ടോ എന്ന് നോക്കും. ആളുണ്ടോ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് പറയാം അവിടെ ആളുണ്ട്. അത് ചെയ്യുമ്പോൾ പിന്നെ ലൈക്ക് നമുക്കൊരു ബെറ്റർ വഴിയും കൂടി, അല്ലെങ്കിൽ ഇതുവഴി പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താം. ഈ രണ്ട് കാര്യമാണ് നമ്മൾ സോഫാർ ഇതുവരെ നമ്മുടെ ഈ പറയുന്ന പോലെ ഫ്ലഡിന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാച്ചുറൽ ഇഷ്യൂ വരുമ്പോൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ പിന്നെ ആ സമയത്താണെങ്കിലും കുറേയധികം എൻക്വയറീസ് വന്നായിരുന്നു, നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മെഡിസിൻ ഡെലിവറി ചെയ്യാൻ പറ്റും. ഫുഡും മെഡിസിനും ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേലോഡും അതുപോലെ അത്രയും നല്ല ഫ്ലൈറ്റ് ടൈമുള്ള ഡ്രോൺസ് ഒക്കെ വേണം. ആസ് ഓഫ് നൗ ഇന്ത്യയിലെ ഡ്രോൺസ് വെച്ചെന്നല്ല, ഈ പറയുന്ന പോലെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കുറെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ വെച്ച് അതുപോലത്തെ വലിയൊരു ഡ്രോൺ. അല്ലെങ്കിൽ കൊറോണ സമയത്ത് കൊറോണ സമയത്ത് ഞാൻ പോലീസിനോട് പോയിട്ടുണ്ട്. അത് നിരസമുള്ള പരിപാടി കാര്യം പറഞ്ഞാൽ പറഞ്ഞ ആൾക്കാർ അതിനെ ട്രോൾ ചെയ്ത് കുറെ അലമ്പൊക്കെ ആക്കിയെങ്കിലും, പക്ഷെ ടു ആൻ എക്സ്റ്റെന്റ് ഈ കൊറോണ സമയത്ത് ഡ്രോൺസ് ഒക്കെ പോലീസ് ഇഷ്ടംപോലെ സഹായിച്ചിട്ടുണ്ട്. ഹോം ഡെലിവറി, ശ്രീഹരി ശർമ്മ ഹോം ഡെലിവറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്ക് ഇന്ത്യയിലെ സ്വിഗ്ഗി അതുപോലെ തന്നെ സൊമാറ്റോ അതുപോലെ തന്നെ ഏകദേശം ഒരു 27 കമ്പനികൾക്ക് എങ്ങാണ്ട്
കൊമേഴ്ഷ്യൽ ആയിട്ട് ഹോം ഡെലിവറി സർവീസ് ടെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഡ്രോൺസ് വെച്ച് ഫുഡ് ഡെലിവറി ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡെലിവറി പർപ്പസ് അല്ലെങ്കിൽ പിന്നെ ബിയോണ്ട് ലൈൻ ഓഫ് സൈറ്റ് ഡ്രോൺ വെച്ച് എന്തെങ്കിലും സാധനം ഡെലിവറി ചെയ്യാനോ അല്ലെങ്കിൽ ബിയോണ്ട് ലൈൻ ഓഫ് സൈറ്റ് ഡ്രോൺസ് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റിംഗ് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ്റെ ഡ്രോൺ ഷോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ത്യൻ ഡ്രോൺ ഷോ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് കുറെ ഡ്രോൺ സാർ ഡിസ്പ്ലേ ചെയ്യില്ലേ? യെസ് എക്സാക്ട്ലി. ഏകദേശം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ അവരുടെ പിന്നെ സ്റ്റാർട്ടിംഗ് പാക്കേജ് അവർ പറയുന്ന 200 ഡ്രോൺ വെച്ചുള്ള ഷോ ആണ്. ആ 200 ഡ്രോൺ വെച്ചുള്ള ഷോയ്ക്ക് ഏകദേശം എത്ര രൂപയാവും എന്ന് പറയാൻ പറ്റുമോ? ഏകദേശം അവരെത്ര ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഐഡിയ ഉണ്ടോ? ഇത്ര അറിയില്ലാത്തപ്പോഴാണ് റിപ്ലൈ തരാണ്ടിരിക്കുന്നത്. ഏകദേശം പറഞ്ഞു മതി, റഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ. അവരുടെ സ്റ്റാർട്ടിംഗ് പാക്കേജ് അവർ പറയുന്നു 1 to 5 million, അത്ര ഒന്നുമില്ല. ലൈക്ക് അവരുടെ ഒരു ഫുൾ കോസ്റ്റ് ഒക്കെ വരുമ്പോൾ അത്ര, പക്ഷെ അവർ 1 to 5 million ചാർജ് ചെയ്യുന്നില്ല. ഏകദേശം 2 lakhs. 2 lakhs ഒക്കെ ഭയങ്കര കുറവാണ്. ഒരു ഡ്രോണിനൊക്കെ ഏകദേശം പ്രൈസ് ആവും. ഓക്കെ, ഇനി അവർ പറയുന്നത് $99K ആണ്. $99K പറയുമ്പോൾ ഏകദേശം $1 ലക്ഷം അടുത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഏകദേശം ആ ഒരു റേറ്റിന് എടുത്ത് വരും. 99K എന്ന് പറയുമ്പോൾ ഒരു 75-72 lakhs, 75-78 lakhs ആ ഒരു പ്രൈസിന് എടുത്ത് വരും. നിയർലി ഒരു 80 lakhs ഒക്കെ ആവും എന്തായാലും ഇന്ത്യൻ്റെ ഒരു ഡ്രോൺ ഷോ കോസ്റ്റ്. അതും വെറും 200 ഡ്രോൺ വെച്ചിട്ടുള്ള ഡ്രോൺ ഷോ. അപ്പോൾ ഇതാണ് അവര് ഇന്ത്യൻ ഡ്രോൺ ഷോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, നല്ല രസമുള്ള പരിപാടിയാണ്. അവർ ആക്ച്വലി യൂസ് ചെയ്യുന്ന കോർഡിനേറ്റഡ് ഫ്ലൈങ് അല്ലെങ്കിൽ സ്വാം ഡ്രോൺസ് ആണ്. അവർ യൂസ് ചെയ്യുന്ന ഡ്രോൺസ് ആണ് ഈ കാണുന്നത്. ഇന്ത്യൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഡ്രോൺ മോഡൽസ് ആണ് ഈ കാണുന്നത്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്ഥലം വന്ന് നോക്കും. ഓക്കെ, എന്നിട്ട് അവർ ആ സ്ഥലത്തിന് വെച്ച് അല്ലെങ്കിൽ അവർ ഇവന്റ് എന്താണോ അത് വെച്ചിട്ട് ഒരു ഷോ ഡിസൈൻ ചെയ്യും. ഷോ ഡിസൈൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡ്രോൺസിനും ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു ഷോ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് ഒക്കെ കാണുള്ളൂ. ഈ 8 മിനിറ്റും ഓരോ ഡ്രോണിനും ഓരോ പൊസിഷനും ഓരോ കളറും കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഈ ഗ്ലോബിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു മോഡലിൽ എടുക്കുകയാണെങ്കിൽ, ഇത് കാണുന്ന ഓരോ ലൈറ്റും ഓരോ ഡ്രോണാണ്. ആ ഓരോ ഡ്രോണിനും ഓരോ പൊസിഷനും അതിന്റെ ലൈറ്റ് അതിൽ ആ ഡ്രോണിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ ആ ഡ്രോണിലുള്ള എൽഇഡിക്ക് ഓരോ കളർ അസൈൻ ചെയ്യും. എന്നിട്ട് ഈ 10 മിനിറ്റ് കോർഡിനേറ്റ് ആയിട്ട് ഫ്ലൈ കോർഡിനേഷൻ ഒരു ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റ് ആയിട്ട് ഫ്ലൈങ് നടത്തും. കാണുന്നവർക്ക് ഈ സാധനം നോക്കുമ്പോൾ ഓക്കെ കൊള്ളാൻ തോന്നും. പക്ഷെ അതിന്റെ പുറകിലെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ RTK ഇത് കൂടുതലും GPS അസിസ്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് സാധാരണ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന GPS അല്ലെങ്കിൽ നമ്മൾ വേറൊരു പർപ്പസിന് യൂസ് ചെയ്യുന്ന GPS വെച്ച് പറ്റില്ല. അവർ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ RTK GPS അല്ലെങ്കിൽ റിയൽ ടൈം കൈനമാറ്റിക്സ് പർപ്പസ് അപ്രോക്സിമേറ്റ്ലി അവർക്ക് ഒരു 10 to 5 centimeter പൊസിഷൻ കിട്ടും. അതുപോലെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡ്രോണൊക്കെ താഴെ വീഴുന്നൊക്കെ ഉണ്ട്. ചില സമയത്ത് ഒരു ഡ്രോണൊക്കെ താഴെ വീഴും. ചില സമയത്ത് ചില ഡ്രോൺ ഔട്ട് ഓഫ് സിങ്ക് ആയിട്ട്, അതായത് എല്ലാ ഡ്രോണും ചില പച്ചയായിരിക്കും, ഒരെണ്ണം മാത്രം മഞ്ഞയൊക്കെ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചില വീഡിയോസിൽ ഞാൻ അങ്ങനെ പേഴ്സണലി നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും ഈ പറയുന്ന ഇന്ത്യൻ ഡ്രോൺ ലൈറ്റ് ഷോ എന്ന് പറയുന്ന പരിപാടിക്ക് ഇനിയായാലും ഇൻഡസ്ട്രിയിൽ ഇഷ്ടംപോലെ ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഫീൽഡ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിനും ഡ്രോൺസ് ഇൻട്രസ്റ്റ് അവർക്ക് ഓഫ് കോഴ്സ് നോക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന സ്വാം ഡ്രോൺസ് അല്ലെങ്കിൽ ലൈറ്റ് ഷോ എന്നുള്ള കൺസെപ്റ്റ്. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര കൂടുതലല്ല. കാരണം ഒരു ഡ്രോൺ അല്ല, നമുക്ക് മിനിമം ഒരു 200 ഡ്രോൺ 500 ഡ്രോൺ ഒക്കെ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഇതിന്റെ പുറകിലെ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജി ബിഹൈൻഡ് ദിസ് അവർ നിലവിൽ ഇന്ത്യയിൽ ഈ സാധനം ചെയ്തിരിക്കുന്നത് അവർ ഒരിക്കലും ഓപ്പൺ സോഴ്സ് ആക്കില്ല. അവർ ആസ് ഓഫ് നൗ ഇവർ പറയുന്ന പോലെ എല്ലാം അവരുടെ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ അവരുടെ പ്രൊപ്പറേറ്ററി ഹാർഡ്വെയർ ഒക്കെ വെച്ചാണ്. ഈ പറയുന്ന പോലെ 200 ഡ്രോൺ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം അത്രയധികം റേഡിയോ സിഗ്നൽസ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരാളുടെ വീട്ടിൽ നമ്മളിപ്പോ ഒരു നമ്മുടെ വൈഫൈ റൗട്ടറിലേക്ക് തന്നെ കണക്ട് ചെയ്യാൻ ലിമിറ്റ് ഉണ്ട്. ഒരു 12 പേര് അല്ലെങ്കിൽ 13 പേർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും ഒരുമാതിരിപ്പെട്ട റൗട്ടറിലൊന്നും. ആ ഒരു സമയത്താണ് നിങ്ങൾ ആലോചിച്ചാണ് അപ്രോക്സിമേറ്റ്ലി ഒരു 200 ഡ്രോൺ ഒരുമിച്ച് അവർ കൺട്രോൾ ചെയ്യുന്നത്. അത് ഓരോ ഡ്രോണിന്റെയും പൊസിഷനും ഫീഡ്ബാക്കും അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ഡ്രോണിനും അവർക്ക് ഇൻഡിവിജ്വലി ഫ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നേരത്തെ മാപ്പിംഗ് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് മാപ്പിംഗ് നോക്കാം. അപ്പൊ ഇത് വേറൊരു ലൈക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ ഇപ്പൊ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സ്ഥലം അളക്കാനും അല്ലെങ്കിൽ ഈ സ്ഥലത്തിന്റെ കോണ്ടൂർ നോക്കാനൊക്കെ ഈ മറ്റേ സിവിൽ എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? റേഞ്ചിങ് റോഡ്, പിന്നെ ഈ പറയുന്ന പോലെ എന്താ പേര് ഒന്നുമല്ലോ,
ആൾക്കാർ പറമ്പിക്കൂടെ മൊത്തം നടന്നിട്ട് നമ്മളിപ്പോഴും റോട്ടിൽ കാണാൻ പറ്റില്ല, റോട്ടിൽ ആൾക്കാർ എന്നിട്ട് എടുക്കണ കാണാൻ പറ്റില്ല. ചില സമയത്ത് റോഡിന്റെ ലെവൽ എടുക്കുന്നു, അല്ലെങ്കിൽ റോഡിന്റെ കർവേഴ്സ് നോക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടെക്നോളജി പ്രകാരം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡ്രോൺ വെച്ച് സുഖമായിട്ട് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഡ്രോൺ മാപ്പിംഗ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഡ്രോൺ മാപ്പിങ്ങിനാണ് ഞാൻ നമ്മുടെ കൊച്ചി എയർപോർട്ടിന് മേളിൽ കൂടെ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കൊറോണ സമയത്തായിരുന്നു. അപ്പൊ നമുക്ക് ATC നമുക്ക് പെർമിഷൻ ഉണ്ട്, അവിടെ നിന്ന് പെർമിഷൻ തരും. അപ്പൊ നമുക്ക് ലൈക്ക് എല്ലാം ഈ പറയുന്ന പോലെ ഈ പ്ലെയിൻസ് ഒക്കെ താഴെ കിടക്കുമ്പോൾ നമുക്ക് അതിന് മുകളിലൂടെ ഫ്ലൈ ചെയ്യാം. ഈ കൊറോണ സമയത്ത് ആയതുകൊണ്ട് അധികം കൊമേഴ്ഷ്യൽ, അതായിട്ടുള്ള ആൾക്കാർ കൊമേഴ്ഷ്യൽ പ്ലെയിൻസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ കാർഗോ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ട്രാവലിംഗ് ആയിട്ടുള്ള പർപ്പസിനുള്ള പ്ലെയിൻസ്, പക്ഷെ കാർഗോ പ്ലെയിൻസ് ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹെലികോപ്റ്റേഴ്സ് വരും. അപ്പൊ ആ ഒരു ടൈമിൽ അവർ പറയും നമ്മുടെ അടുത്ത് ഫ്ലൈങ് നിർത്താൻ പറയും. അപ്പൊ എല്ലാ സമയത്ത് നമ്മൾ ഫ്ലൈ ചെയ്താൽ എനിക്ക് ഏകദേശം ഒരു 8 സ്ക്വയർ കിലോമീറ്റർ അങ്ങനെ ഉണ്ടായിരുന്നു, മൊത്തം 8-10 സ്ക്വയർ കിലോമീറ്റർ. അത് ഏതായാലും നമ്മൾ അങ്ങനത്തെ ഒരു ലൈക്ക് ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി ആക്ച്വലി. നമുക്ക് അങ്ങനെ ഫ്ലൈ ചെയ്യാൻ പറ്റണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ DJ എന്നുള്ള നമ്മൾ യൂസ് ചെയ്ത ഡ്രോൺസിനൊക്കെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് അവരുടെ ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വർക്ക്, നമ്മൾ ആ വർക്ക് ചെയ്ത് അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പെർമിഷൻ കിട്ടുന്നത്. അവർക്ക് പുതിയൊരു ഹെലിപ്പാഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഏതൊക്കെ മരങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ഹൈറ്റ് എത്ര, ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഈവൻ ഈ പറയുന്ന പോലെ നിങ്ങൾ റൺവേ നോക്കുമ്പോൾ റൺവേയിൽ കുറെ റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. ഈവൻ ഈ പറയുന്ന റിഫ്ലക്റ്റേഴ്സിന്റെ പൊസിഷൻ വരെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സെന്റിമീറ്റർ പൊസിഷനിൽ പറയാൻ പറ്റും. അതായത് ഞങ്ങളിപ്പോൾ ഒരു പൊസിഷൻ പറയുകയാണ്, ഇപ്പോൾ ഒരു ലാറ്റി ലോങ് പറയുവാണെങ്കിൽ നിങ്ങളൊരു വേറൊരു GPS ഡിവൈസ് വെച്ച് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 സെന്റിമീറ്റർ മാറി, അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ പ്ലസ് ഓർ മൈനസ് 10 സെന്റിമീറ്റർ എറർ വരുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ ആ പറയുന്ന കറക്റ്റ് റിഫ്ലക്ടർ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ആ പറയുന്ന ഐഡിയിലുള്ള സാധനം അവിടെ ഉണ്ടോ. നിലവിൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും നിങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ, അല്ലെങ്കിൽ ഗൂഗിൾ എർത്ത് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഒരു 3D ഈ സാധനം കൊണ്ട് ഇത് ആക്ച്വലി 3D ആണ്. ഈ 3D വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കുറെ ഇമേജ് എടുക്കും. നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു ഇതിനെ അല്ലെങ്കിൽ ഈ ഒരു സാധനം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഇമേജ് എന്ന് പറഞ്ഞാൽ നിയർലി ഒരു 700 അല്ലെങ്കിൽ ഒരു 800 ഇമേജ് ആണ്. അത്രയും ഇമേജ് എടുത്തിട്ട് നമ്മൾ മെർജ് ചെയ്തിട്ട് 3D ആക്കും. 3D ആക്കിയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഇതിന്റെ കോണ്ടൂർ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതിന്റെ കേസ് ഒരു ക്വാറി എടുക്കും. ഒരു ക്വാറി എടുക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ക്വാറി നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം പാറ കിട്ടും, അല്ലെങ്കിൽ എത്ര വോളിയം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ലാൻഡ് എങ്ങനെ ഇരിക്കുന്നത്, അടുത്ത് എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ, അതുപോലുള്ള കാര്യങ്ങൾ. ഇത് സാധാ ഫോട്ടോഗ്രാമെട്രി എന്ന് പറയും, സാധാ ഫോട്ടോ വെച്ചുള്ള പരിപാടിയാണ്. അതേസമയം നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ലൈഡാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെർമൽ ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമേജ് കിട്ടും. ഇങ്ങനത്തെ ഇമേജ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന നീല ശരിക്കും പറഞ്ഞാൽ അവിടെ തണുപ്പായതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ വെള്ളത്തിന്റെ ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം കാണുന്നത് വെജിറ്റേഷൻസ് ആണ്. ഈ നിലവിൽ നമ്മുടെ ക്രോപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രികൾച്ചർ ഒക്കെ കൂടുതലും സർവേ ചെയ്യുന്നത് മാനുവലി ആയിട്ടാണ്. അപ്പൊ അതിന് ഇഷ്ടംപോലെ എറേഴ്സും ഉണ്ട്. ഡ്രോൺ ഒക്കെ വെച്ച് നമ്മൾ സർവേ ചെയ്യുക, അതായത് ഡ്രോൺ വെച്ച് സർവേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കേസ് ഒരു മാസത്തിൽ ഒരിക്കലും നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോൺ, അതായത് ഒരു മിഷൻ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിടുക, എന്നിട്ട് മാസത്തിൽ ഒരിക്കലും ആ മിഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ആ സാധനം ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ക്രോപ്സ് എന്തൂരായി, എവിടെയെങ്കിലും പർട്ടിക്കുലർ ഏതെങ്കിലും ഏരിയയിൽ ഡിസീസ് ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളം കുറവുണ്ടോ, അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്രോപ്പിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ എന്നത്തേക്ക് നമുക്ക് വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അതുള്ള കാര്യങ്ങൾ കുറെ കൂടി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിപ്പോ ഇന്ത്യയിൽ എന്തായാലും നിലവിൽ ടെസ്റ്റ് തുടങ്ങിയിട്ടില്ല. ചൈനയിലുണ്ട്, ഈ പറയുന്ന ഇഹാങ് 184 ചൈനയിലാണ്. അതുപോലെ തന്നെ ദുബായ്, അതുപോലെ രാജ്യങ്ങളിൽ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഡ്രോൺ ടാക്സി എന്ന് പറയുന്നത്. അതായത് പേഴ്സണലി സംഭവം വേറൊന്നുമല്ല, ആൾക്കാരെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഡ്രോൺ. നമ്മൾ ഒരാൾ കയറി ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ പറയുന്നു, ഡ്രോൺ നമ്മൾ അവിടെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യും. റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. ഈ ടെക്നോളജി ഇപ്പോഴും സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡ്രോൺസ് ഒരിക്കലും നമുക്ക് പ്ലെയിൻ പറക്കുന്ന ആ ഒരു ആൾട്ടിറ്റ്യൂഡ് ഫ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് വേണ്ട ആൾട്ടിറ്റ്യൂഡ് ഫ്ലൈ ചെയ്യുക, മാക്സിമം നേരത്തെ സ്ഥലത്തെത്തുക, ലാൻഡ് ചെയ്യുക. അപ്പൊ എന്ത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 5-6 ഡ്രോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ അധികം ഡ്രോൺസ് വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പാത്ത് ഇല്ലെങ്കിൽ കൂടുതലും ക്രാഷ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ അത് കുറയ്ക്കണം. അതുപോലെ തന്നെ ഡ്രോണിന് പ്രോപ്പർ ആയിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ ട്രാഫിക് റൂൾസ് പോലെ ഡ്രോൺസിനും ഒരു പ്രോപ്പർ ആയിട്ട് ട്രാഫിക് റൂൾസ് വേണം, അല്ലെങ്കിൽ ഡ്രോൺസിന് പ്രോപ്പർ ആയിട്ട് റൂൾസ് വേണം. അപ്പൊ ഇതെല്ലാം വൺസ് എല്ലാവരും ഫിഗർ ഔട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ബൂം ചെയ്യാൻ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡ്രോൺ ടാക്സി എന്ന് പറയുന്ന ഒരു ഫീൽഡ്. അതുപോലെ ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം ഡെലിവറി ഡ്രോൺസ്. ഈ പ്രോജക്റ്റ് ആക്ച്വലി ഗൂഗിൾ സ്റ്റോപ്പ് ചെയ്തു. ഇതിപ്പോ ആമസോൺ യൂസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആമസോൺ അവരെ ഡെലിവറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രോൺ ആണ് ഈ കാണുന്ന ആമസോണിന്റെ ഡ്രോൺ. അതുപോലെ ഇത് ജസ്റ്റ് ഈ പറയുന്ന പോലെ കുറേയധികം ക്യാമറാസ് വെച്ചിട്ട് ഇപ്പൊ ആളില്ലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ ആളില്ലാത്തൊരു കെട്ടിടം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഈവൻ നമ്മളിപ്പോ ഏതെങ്കിലും പർപ്പസിന്, റെസ്ക്യൂ പർപ്പസിന്, അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഒക്കെ പോവാണെങ്കിൽ ഓൾറെഡി നമ്മൾ ആദ്യം ഈ ഡ്രോൺ നമുക്ക് മുന്നേ വിടും. എന്നിട്ട് അതിന്റെ ഒരു 3D മാപ്പ് ഉണ്ടാക്കി എടുക്കും. എന്നിട്ട് എവിടെയൊക്കെ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഐഡിയുടെ ലൊക്കേഷൻ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും.
നിലവിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഏത് വഴി തിരിയണം, അപ്പോൾ അവിടെ തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിയും, ഇവിടെ തിരിഞ്ഞ് അങ്ങോട്ട്, ഒരു ഐഡിയ ഉണ്ട്. ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഡ്രോൺസ് അല്ലെങ്കിൽ ഇതുപോലെ സെൻസേഴ്സ് അല്ലെങ്കിൽ ലൈഡാസ് ഒക്കെ എക്വിപ്പ് ചെയ്തിരിക്കുന്ന ഡ്രോൺസ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ ഒരു സാധനം, അതായത് സോഫാർ നമുക്ക് ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കുറേ കൂടി പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വഴി കിട്ടും. ഇത് ഈ പറയുന്ന പോലെ ഈ കാണുന്ന ഇമേജ് ശരിക്കും പറഞ്ഞ സ്വാം ഡ്രോൺ ആണ്. അതായത് കുറേ അധികം ഡ്രോൺസ്, ഇത് ലബോറട്ടറി ചെയ്യുന്ന സെറ്റപ്പാണ്. ഇത് GPS വെച്ചിട്ടൊന്നുമല്ല, ഇത് കൂടുതലും ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ക്യാമറ വെച്ചിട്ട് നമ്മൾ ഡ്രോൺസ് ട്രാക്ക് ചെയ്യും. അതായത് ഡ്രോണിന്റെ ഫീഡ്ബാക്ക്, ഡ്രോണിന്റെ പൊസിഷന്റെ ഫീഡ്ബാക്ക് വരുന്നത് ഇമേജസിൽ നിന്നാണ്. ക്യാമറ എവിടെയാണ് നിൽക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഡ്രോണിന്റെ ഫീഡ്ബാക്ക് വരുന്നത്. ഇത് മാപ്പിങ്ങിന് വേണ്ടി ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. കൂടുതലും ഒരു 5D അല്ലെങ്കിൽ 6D അതുപോലത്തെ ഒരു ക്യാമറ ക്യാരി ചെയ്യുന്നു, കുറേ നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നു. അതാണ് ഇതുപോലത്തെ ഡ്രോൺ ചെയ്യുന്നത്. ഇതൊരു കാണുന്നത് ഈ ഡ്രോൺ എന്ന് വെച്ചാൽ ഒരു അഗ്രികൾച്ചർ ഡ്രോൺ ആണ്. അഗ്രികൾച്ചർ ഡ്രോൺ എന്ന് വെച്ചാൽ കൂടുതലും നിലവിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ പാഡി ഫീൽഡ്സ് അല്ലെങ്കിൽ ടീ പ്ലാന്റേഷനിലൊക്കെ എന്തെങ്കിലും മരുന്ന് അടിക്കണം അങ്ങനെ എന്തെങ്കിലും പർപ്പസ് വരുമ്പോഴാണ് ഇതുപോലത്തെ ഡ്രോൺസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോയിട്ട് മരുന്നടിക്കുമ്പോൾ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഈ പറയുന്ന 2 ആഴ്ച എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും. കാരണം വേറെ ഒന്നുമില്ല, ആൾക്ക് അവിടെ ചെല്ലേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഡ്രോൺ കൺട്രോൾ ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ നമ്മുടെ ലാൻഡ് ഏരിയ ദൂരം ഉണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോൺ തന്നെ പോയിട്ട് അവിടെ പോയി മരുന്നടിക്കില്ല. ഒരു പർട്ടിക്കുലർ ഓളിൽ നമ്മൾ പറഞ്ഞ ആ ഓളിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതുപോലുള്ള ഡ്രോൺസിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒബ്സ്റ്റിക്കിൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെറൈൻ മാറുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്രോപ്പിന്റെ ഹൈറ്റ് കൂടുക അല്ലെങ്കിൽ നമ്മുടെ ടെറൈന്റെ ഹൈറ്റ് കൂടുക ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിനനുസരിച്ച് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ക്രോപ്പ് ഡെൻസിറ്റി നോക്കിയിട്ട് അവിടെ പർട്ടിക്കുലർ ഏരിയയിലുള്ള ക്രോപ്പ് എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്പ്രേ ചെയ്യുന്ന മരുന്നിന്റെ അളവ് കൺട്രോൾ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു അഗ്രികൾച്ചർ ഡ്രോണിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്ന ഫീച്ചേഴ്സ്. അപ്പോൾ ഇനിയും ഇഷ്ടംപോലെ ടെക്നോളജീസ് അല്ലെങ്കിൽ ഇനിയും ഇഷ്ടംപോലെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ അഗ്രികൾച്ചർ ഡ്രോൺസ് ആണെങ്കിലും ഡ്രോൺ ടാക്സി ആണെങ്കിലും. ഡ്രോൺ എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇപ്പോഴും അത് സാച്ചുറേറ്റഡ് ആയിട്ടില്ല. ഇനിയും ഇഷ്ടംപോലെ കോൺട്രിബ്യൂഷൻസ് വരാനുണ്ട്. അതിങ്ങനെ കോൺട്രിബ്യൂഷൻ ലൈക്ക് വൺസ് ഈ സാധനം. പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കുറച്ചൊരു മടിയുണ്ട്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയുണ്ട്. കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അവർ കൂടുതലും ഭയങ്കര ഊർജിതമായിട്ട് ഈ പറയുന്ന പോലെ ഡിജിറ്റൽ സ്കൈ അതുപോലെ പ്ലാറ്റ്ഫോം പിന്നെ NPNT എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ മേ ബി NPNT എക്സ്പ്ലെയിൻ ചെയ്തു കഴിയുമ്പോൾ NPNT അതുപോലെ തന്നെ കുറേയധികം കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയെ തന്നെ ഡ്രോൺ ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. മേ ബി വിത്തിൻ ഒരു 5 years അല്ലെങ്കിൽ ഒരു 10 years പ്രോബബിലി ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് വിചാരിക്കുന്ന പോലെ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇന്ത്യൻ ഡ്രോൺ ഫീൽഡ് എന്ന് പറയുന്നത് വേൾഡ് തന്നെ അത്യാവശ്യം നോട്ടബിൾ ആയിട്ട് മാറും എന്തായാലും. ഓക്കെ, കറന്റ് ഡ്രോൺസ് യൂസ് ചെയ്യുന്ന കൂടുതലും ഇതിനൊക്കെയാണ്. ഫിലിമിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, സർവേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. തെർമൽ ഇമേജിംഗ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഈ ഒരു ഇമേജ് ഓർമ്മയുണ്ടോ? ഇതാണ് തെർമൽ ഇമേജിംഗ് എന്ന് പറഞ്ഞ പരിപാടി. ഓക്കെ, പിന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ്, മാപ്പിംഗ്, ഡെലിവറി, ഡ്രോൺ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ക്യാരി ചെയ്യുന്ന രീതിയിലല്ല ഡ്രോൺ ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബ്ലഡോ അല്ലെങ്കിൽ മെഡിസിൻ എന്തെങ്കിലും അർജന്റായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രോണിൽ വെച്ചിട്ട് ബ്ലഡ് ഇതുപോലെ മെഡിസിൻ ഒക്കെ ഡെലിവറി ചെയ്യുന്ന സർവീസ് ഉണ്ട്. അത് പിന്നെ നമ്മുടെ ECG ഇല്ല അല്ലെങ്കിൽ അതുപോലുള്ള എക്യുപ്മെന്റ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമുക്ക് സഡൻ ആയിട്ട് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അതുപോലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ക്യാരി ചെയ്യുന്ന ഡ്രോൺ നമ്മൾ പൊതുവെ ഡ്രോൺ ആംബുലൻസ് തന്നെ പറയുന്നത്. കുറേയധികം രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഡ്രോൺ ആംബുലൻസ് അല്ലെങ്കിൽ ഈ ഡെലിവറി ഡ്രോൺസ് ഒക്കെ ഒരു എക്സ്പെരിമെന്റൽ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇപ്പോഴും ഡ്രോണിന്റെ അല്ലെങ്കിൽ മൾട്ടി റോട്ടർ ഇൻഡസ്ട്രിയുടെ കുഴപ്പം ഫ്ലൈറ്റ് ടൈം കുറവാണ്. ഫ്ലൈറ്റ് ടൈം നമുക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഫ്ലൈറ്റ് ടൈം ഡിപ്പെൻഡിങ് അപ്പോൾ ഡ്രോൺ ഒരു 1 minute അല്ല 1 minute ഇല്ല സോറി നിയർലി ഒരു 1 hour ഒക്കെയാണ് ഇൻ ദ കേസ് ഓഫ് ഡ്രോൺ, ഒരു ക്വാഡ്കോപ്റ്ററിന്റെ കേസിലൊക്കെ. പക്ഷെ അതിനനുസരിച്ച് അത്രയും വലുപ്പം കൂടും. നോക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഡ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് കുറഞ്ഞിട്ട് നമ്മുടെ കറക്റ്റ് നമ്മുടെ ആവശ്യമുള്ള ഫോർ എക്സാമ്പിൾ 1 kilogram പേരോട് ക്യാരി ചെയ്യുന്ന ഡ്രോണും മാക്സിമം ഫ്ലൈറ്റ് ടൈമും ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുക ഈ പറയുന്ന ഡ്രോൺ ഫീൽഡ് എന്ന് പറഞ്ഞ സാധനം ബൂം ചെയ്യാൻ നിൽക്കുന്നതാണ്. ജസ്റ്റ് ഇനി പറയുന്ന സെഷൻ അതായത് നിങ്ങളൊരു ഡ്രോൺ ഇൻഡസ്ട്രിയിലേക്ക് വരുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോൺ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ജസ്റ്റ് ബേസിക്സ് ആണ് ഈ പറയുന്നത്. ഒരു ഡ്രോൺ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇത്ര നേരം പറഞ്ഞത് വെച്ച് നമ്മൾ ഈ പറയുന്ന ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഫിക്സഡ് വിങ് നോക്കുമ്പോൾ മൾട്ടി റോട്ടേഷനിലെ അഡ്വാൻറ്റേജസ് ആണ്. നമുക്ക് ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്, മെയിൻ്റെനൻസ് കുറവാണ്, അതുപോലെ തന്നെ സ്പേസ് വളരെ കുറച്ച് എടുക്കുള്ളൂ. ഈ പറയുന്നത് നിങ്ങൾ മറ്റേ ഫിക്സഡ് വിങ്ങോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഒക്കെ എടുത്തുകൊണ്ട് നല്ലൊരു സ്പേസ് കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്. പക്ഷേ മൾട്ടി റോട്ടർ അങ്ങനെയല്ല, കറക്റ്റ് നിസാര സ്പേസ് എടുക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇഷ്ടമുള്ള കോൺഫിഗറേഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 100 kilogram പേലോഡ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 grams പേലോഡ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു നിയർലി ജസ്റ്റ് ഒരു
ഒരു ക്വാഡ് കോപ്റ്റർ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് നിർത്താം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അത് കൂടുതൽ ഒരു 10 കിലോഗ്രാം ഒക്കെ പേലോഡ് ക്യാരി ചെയ്യുന്ന ഡ്രോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഡിസൈൻ ചെയ്യും. ഒരു ഒക്ടാകോപ്റ്ററോ അല്ലെങ്കിൽ ഒരു ഹെക്സാകോപ്റ്ററോ ഒക്കെ ഡിസൈൻ ചെയ്താൽ മതി. ബേസിക് റൂൾ ഇതാണ്. അതായത് ഒരു ക്വാഡ് കോപ്റ്ററിന്റെ കേസിൽ 4 മോട്ടർ ഉണ്ടാവും. അപ്പൊ ആ 4 മോട്ടർ വെച്ച് നമ്മൾ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ത്രസ്റ്റ് എപ്പോഴാണോ ഡ്രോണിന്റെ വെയിറ്റിനേക്കാളും കൂടുതൽ വരുന്നത്, അതായത് എപ്പോഴാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ത്രസ്റ്റ് ഡ്രോണിന്റെ വെയിറ്റിനേക്കാളും കൂടുതൽ വരുന്നത്, അപ്പോൾ ഡ്രോൺ ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യും. അതുപോലെ ഞാൻ ജനറേറ്റ് ചെയ്യുന്ന ത്രസ്റ്റ് എപ്പോഴാണോ ഡ്രോണിന്റെ വെയിറ്റിനേക്കാളും കുറവ് വരുന്നത്, അപ്പോൾ നമ്മൾ ആൾട്ടിറ്റ്യൂഡ്, അതായത് ഡ്രോൺ താഴത്തോട്ട് വരും, അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യും. നമ്മുടെ ഈ ഡ്രോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊപ്പലറും മോട്ടോഴ്സും വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ത്രസ്റ്റ് ഡ്രോണിന്റെ ടോട്ടൽ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കുമ്പോൾ ഡ്രോൺ അവിടെ ഹോവർ ചെയ്യും. ഓക്കെ, പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ഇതാണ്. നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു സിമ്പിൾ ആയിട്ടൊരു ക്വാഡ് കോപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇത്രയാണ് അതിൽ ബേസിക്കലി വരുന്ന പാർട്സ്. TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ, പിന്നെ ഒരു റിസീവർ. അപ്പൊ ഈ TX വെച്ചാണ് നമ്മൾ ഡ്രോൺ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഡ്രോൺ കൺട്രോൾ ചെയ്തിട്ട് ഈ റിസീവർ നമുക്ക് നേരെ ഫ്ലൈറ്റ് കൺട്രോൾസിലേക്ക് കമാൻഡ് വിടും. ഒരു ക്വാഡ് കോപ്റ്ററിന്റെ കേസിൽ ക്വാഡ് കോപ്റ്റർ വർക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 4 മോട്ടേഴ്സും റൊട്ടേറ്റ് ചെയ്യും. 2 എണ്ണം ക്ലോക്ക് വൈസും 2 എണ്ണം ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ 2 എണ്ണം ക്ലോക്ക് വൈസും 2 എണ്ണം ആന്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണ്. ഈ M4 എന്ന് പറയുന്ന മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണ്. ഈ ഒരു മോട്ടർ മാത്രം എടുക്കുമ്പോൾ, ഈ മോട്ടർ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണല്ലോ. അപ്പോൾ ഈ ഒരു മോട്ടറും ഈ ഒരു കംപ്ലീറ്റ് ഡ്രോണിനും ഓപ്പോസിറ്റ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന 4 മോട്ടറും, ഒരു ക്വാഡ് കോപ്റ്ററിന്റെ 4 മോട്ടറും കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെ ഒരു ക്വാഡ് കോപ്റ്ററിന്റെ 4 മോട്ടറും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറങ്ങുവാണെങ്കിൽ ഈ എൻറ്റയർ കോപ്റ്റർ, അതായത് എൻറ്റയർ ഡ്രോൺ കടന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു ഇനീഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം കളയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 2 എണ്ണം ക്ലോക്ക് വൈസും 2 എണ്ണം ആന്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോട്ടർ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഈ മോട്ടർ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇത് ക്ലോക്ക് വൈസ് ആണ്. എന്നിട്ട് ഈ പറയുന്ന ആ ഒരു റിയാക്ഷൻ ആയിട്ട് വരുന്ന ഫോഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി നോക്കുവാണെങ്കിൽ ഒരു ക്വാഡ് കോപ്റ്റർ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നോസ് ആയിട്ട് എടുക്കുക, ഈ ഒരു പർട്ടിക്കുലർ മോട്ടർ. ഇനി നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മേലിലേക്ക് ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 മോട്ടറിന്റെ സ്പീഡ് ഒരുമിച്ച് അഡ്ജസ്റ്റ് ആവും, അതായത് കൂടും. 4 മോട്ടറിന്റെ സ്പീഡ് ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ കോപ്റ്റർ ലിഫ്റ്റ് ആവും അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യും. ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം ലെവൽ ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു മോട്ടർ, നമ്മുടെ M3 എന്ന് പറഞ്ഞ മോട്ടറിന്റെ അവിടെ ചെറിയൊരു ഈ സൈഡിലേക്ക് ചെറുതായിട്ട് താഴ്ത്തേക്ക് പോവാം. അപ്പൊ ഈ മോട്ടറിന്റെ മാത്രം സ്പീഡ് കൂട്ടും, അപ്പൊ വീണ്ടും ലെവലാവും. അതുപോലെ തന്നെ ഈ ഒരു മോട്ടർ ഡയറക്ഷനിലേക്ക് ചെറുതായിട്ട് താഴ്ത്തിട്ട് പോകണമെങ്കിൽ ഈ ഒരു മോട്ടറിന്റെ സ്പീഡ് മാത്രം കൂട്ടും. അപ്പൊ ആ മോട്ടർ അവിടെ നിന്ന് തിരിച്ച് ലെവലാവും. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, ഇതാണ് നമ്മുടെ നോസ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ, അതായത് F2 ഡയറക്ഷൻ ആണ് മുന്നോട്ടാണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു മോട്ടർ ഉണ്ട്, ഈ ഒരു മോട്ടറിന്റെ സ്പീഡ് കൂട്ടും. ഈ ഒരു മോട്ടറിന്റെ സ്പീഡ് കൂട്ടുമ്പോൾ കോപ്റ്റർ മൊത്തത്തിൽ മുന്നോട്ട് ടിൽറ്റ് ആവും. ഒരിക്കലും ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന ഒരു പ്ലെയിനിൽ നിന്നല്ല, അത് ടിൽറ്റ് ആയിട്ടാണ്. ഏത് ഡയറക്ഷനിലേക്കാണോ ഫ്ലൈ ചെയ്യേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ടിൽറ്റ് ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ്, ഫോർ എക്സാമ്പിൾ മുന്നോട്ടാണ് പോകേണ്ടതെങ്കിൽ പുറകിലുള്ള ഒരു മോട്ടറിന്റെ സ്പീഡ് കൂട്ടും. അങ്ങനെയാണ് ഒരു കോപ്റ്റർ ഓരോ സൈഡിലേക്കും പോകുന്നത്. ഓക്കെ, പിന്നെ വരുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ബ്രഷ്ലെസ് മോട്ടോഴ്സ് ആയിരിക്കും. അത് കൺട്രോളിൽ ESC ഉണ്ടാവും. പിന്നെ ഇത് നേരെ ആ ESC വെച്ച് നമ്മൾ മോട്ടോഴ്സിന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ESCയിലേക്ക് കമാൻഡ് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് കൺട്രോളർ ആയിരിക്കും. ഈ ഫ്ലൈറ്റ് കൺട്രോളർ എന്നുള്ള കമാൻഡ് വെച്ചിട്ട് ESC മോട്ടറിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം പറയുവാണെങ്കിൽ ഓരോ മോട്ടറിന്റെ സ്പീഡ് സെക്കൻഡിൽ ഒരു 60 ടൈംസ് വെച്ച് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടാണ് കോപ്റ്റർ, ഈവൻ നമ്മൾ നോക്കുമ്പോൾ ഒരു കോപ്റ്റർ അല്ലെങ്കിൽ ഡ്രോൺ അവിടെ അനങ്ങാണ്ട് നിൽക്കുക, ഐ മീൻ ജസ്റ്റ് അവിടെ ഹോവർ ചെയ്ത് നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ചും കൂടി ടെക്നിക്കലി നോക്കുവാണെങ്കിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടി ആ 4 മോട്ടറിന്റെ സ്പീഡ് ആ ഫ്ലൈറ്റ് കൺട്രോളർ സെക്കൻഡിൽ ഒരു 60 പ്രാവശ്യം വെച്ച് അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ ഒക്കെ വേറെ കുഴപ്പമൊന്നും അനങ്ങാണ്ടിരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന വേറെ കാറ്റ്, ഗ്രാവിറ്റി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ടച്ച് ചെയ്യുവാണ്, ഇതുപോലുള്ള എക്സ്ട്രാ ഫോഴ്സസ് ഒക്കെ വരുമ്പോൾ ഡ്രോൺ അറിയാം നമ്മളായിട്ട് യൂസറായിട്ട് കമാൻഡ് കൊടുത്തിട്ടില്ല, ഈ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നു അല്ലെങ്കിൽ കാറ്റടിച്ച് വരുന്നു ഒക്കെ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ് ഡ്രോണിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഡ്രോൺ ലെവൽ ചെയ്യും. അപ്പൊ ആ ലെവലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ 4 മോട്ടേഴ്സിന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഈ 4 മോട്ടറിന്റെ സ്പീഡ് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പറയുന്ന RPM പെട്ടെന്ന് റീച്ച് ചെയ്യാൻ വേണ്ടി നമ്മള് ബ്രഷ്ഡ് മോട്ടേഴ്സ് മാറ്റി ബ്രഷ്ലെസ് മോട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് കൺട്രോളറുള്ള ഇൻപുട്സ് അതുപോലെ അതിലുള്ള സെൻസേഴ്സ് അതുപോലെ ഔട്ട്പുട്ട് ഇത്രയാണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മുടെ റിസീവർ, നമ്മുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് നേരെ സിഗ്നൽസ് റിസീവർ ചെല്ലും, റിസീവറിൽ നിന്ന് ഫ്ലൈറ്റ് കൺട്രോളിലേക്ക് വരും. ഓക്കെ, അതാണ് ഒരു ഫ്ലൈറ്റ് കൺട്രോളറിലേക്കുള്ള ഇൻപുട്ട്.
പിന്നെ അതിലുള്ള സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിലോമീറ്റർ ഉണ്ടാവും, ഒരു ജൈറോസ്കോപ്പ് ഉണ്ടാവും, കോമ്പസ് ഉണ്ടാവും, GPS ഉണ്ടാവും. അപ്പൊ ഈ ആക്സിലോമീറ്റർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കാണ് കോപ്റ്റർ ടിൽറ്റ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് കോപ്റ്റർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ അതിന്റെ PID ലൂപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ കുറേ ഡീപ്പ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. കോമ്പസ് യൂസ് ചെയ്യുന്ന ഹെഡിങ് അറിയാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോപ്റ്ററിന് ഇപ്പൊ ഒരു ഡ്രോണിന് അറിയണം ഡ്രോണിന്റെ ഹെഡിങ് എങ്ങോട്ട്, ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത് അറിയാൻ പറ്റും. ഒരു കോമ്പസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഡ്രോൺ അറിയാൻ പറ്റും ഡ്രോൺ ഈസ്റ്റിലേക്കാണോ അല്ലെങ്കിൽ വെസ്റ്റിലേക്കാണോ നോർത്തിലേക്കാണോ നോർത്ത് ഈസ്റ്റ് ആണ് ഫേസ് ചെയ്യുന്നത്. യൂസറായിട്ടൊരു കമാൻഡ് കൊടുക്കാണ്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഡ്രോൺ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു, യൂസറായിട്ടൊരു കമാൻഡ് കൊടുക്കാണ്ട് വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ കാറ്റടിച്ചോ ആ ഡ്രോൺ ഈസ്റ്റിൽ നിന്ന് മാറി വേറെ ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫ്ലൈറ്റ് കൺട്രോളർ മനസ്സിലാവും, ഓക്കെ യൂസർ കമാൻഡ് തന്നിട്ടില്ല പക്ഷെ എന്റെ ഹെഡിങ് ഇപ്പം ഇങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്യും. അപ്പൊ ഈ പറയുന്ന കറക്ഷൻസ് ഒക്കെ പറയുമ്പോൾ ഇത്രയും സ്ലോ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ ഈ പറയുന്ന കറക്ഷൻസ് ഒക്കെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡോട് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ഡ്രോൺ നമ്മൾ കമാൻഡ്സ് ഒന്നും കൊടുക്കാനുള്ള അനങ്ങാണ്ട് നിൽക്കുന്ന ഒരു ഫീൽ വരുന്നത്. GPS യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോ സാധാരണ രീതിയിൽ നമ്മൾ നാവിഗേഷന് വേണ്ടി ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്ന ഏത് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പൊ സ്ഥലത്തേക്ക് പോകുമ്പോൾ GPS റിസീവറിൽ അല്ലെങ്കിൽ നമ്മുടെ GPS റിസീവറിൽ കിട്ടുന്നത് ലാറ്റും ലോങ്ങും എന്തോരം മാറി എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് പറയുന്നെങ്കിൽ ഇനി ലെഫ്റ്റ് എടുക്കുക റൈറ്റ് എടുക്കുക തുടങ്ങി. പക്ഷെ ഒരു ഡ്രോണിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ യൂസർ ഒരു കമാൻഡും കൊടുക്കുന്നില്ല. അപ്പൊ ഡ്രോണിന് അറിയാം ഡ്രോൺ നിൽക്കേണ്ടത് ഇന്ന ലാറ്റിറ്റ്യൂഡിലും ഇന്ന ലോറ്റിറ്റ്യൂഡിലുമാണ്, അവിടെ നിന്ന് മാറരുത്. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് ഡ്രോൺ അവിടെ നിന്ന് ഡ്രിഫ്റ്റ് ആവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാവും ഞാൻ നിൽക്കേണ്ട പൊസിഷൻ ഇതല്ല, ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനാണ് നിന്ന് യൂസർ എനിക്ക് അല്ലെങ്കിൽ പൈലറ്റ് എനിക്ക് വേറെ കമാൻഡ്സും തന്നില്ല എന്ന് മനസ്സിലാക്കി ഡ്രോൺ തിരിച്ചാ പൊസിഷനിലേക്ക് വരും. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നടക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന GPS-ന്റെ സാധനം അല്ലെങ്കിൽ GPS പൊസിഷൻ ഹോൾഡ് ചെയ്യണ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ GPS ഹോൾഡ് അല്ലെങ്കിൽ GPS പൊസിഷനിങ് ഹോൾഡ് ഉള്ള ഡ്രോൺ എടുക്കുക, ഹോവർ നിർത്തുക. ഹോവർ നിർത്തുക പറഞ്ഞാൽ എയറിൽ ജസ്റ്റ് നിർത്തുക. എന്നിട്ട് നമ്മൾ റിമോട്ടിൽ മുന്നോട്ട് ഡ്രോൺ നമ്മൾ മാനുവലി മാറ്റി, അതായത് നമ്മുടെ കൈ കൊണ്ട് പിടിച്ച് മാറ്റി കൈ കൊണ്ട് പിടിച്ച് തള്ളുവാണെങ്കിൽ ആ സാധനം തിരിച്ച് അങ്ങോട്ട് തന്നെ വരും. അതായത് നമ്മൾ പിടിച്ച് നല്ലപോലെ മാറ്റി പിടിക്കുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ. അത് അങ്ങനെ വരാനുള്ള കാരണം അതിലുള്ള GPS കാരണമാണ്. ഓക്കെ, ഈ ഓട്ടോണമസ് മൾട്ടിറോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് ഈ ഓട്ടോണമസ് കാർസ് പോലെ തന്നെ ഓട്ടോണമസ് ആയിട്ടുള്ള മൾട്ടിറോട്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ തന്നെ ഒബ്സ്റ്റക്കിൾസ് അവോയ്ഡ് ചെയ്യുന്നു, GPS വെച്ച് തന്നെ ഫ്ലൈ ചെയ്യുന്നു. പോട്ടെ, ഈവൻ ഈ പറയുന്ന പോലെ GPS ഇല്ലാത്ത സ്ഥലങ്ങളിൽ GPS ഡിനൈഡ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ നമുക്ക് ഓട്ടോണമസ് മൾട്ടിറോട്ടേഴ്സ് ഫ്ലൈ ചെയ്യാം. ഓട്ടോണമസ് മൾട്ടിറോട്ടേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഫുഡ് ഡെലിവറിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെലിവറി പർപ്പസിനോ ഒരിക്കലും നമുക്കൊരു മാനുവലി നമുക്ക് ഫ്ലൈ ചെയ്യുന്ന ഒരു കോപ്റ്റർ പ്രിഫറബിൾ അല്ല. ഫുഡ് ഡെലിവറി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും, ഡ്രോൺ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യും, ആ ലൊക്കേഷനിൽ പോകും, ലാൻഡ് ചെയ്യും, അവിടെ ഫുഡ് എന്താണ് ഡെലിവറി ചെയ്ത് അവിടെ ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് തിരിച്ചു വരും. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ സെൻസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഓട്ടോണമസ് മൾട്ടിറോട്ടേഴ്സ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് GPS അല്ലെങ്കിൽ ഈ പറയുന്ന GPS ഡിനൈഡ് ആയിട്ടുള്ള ലൊക്കേഷൻ കൂടെ ഓട്ടോണമസ് ആയിട്ട് തന്നെ ഫ്ലൈ ചെയ്ത് ഡ്രോൺ വേണമെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് അതിൽ ഈ പറയുന്ന ഡെപ്ത് സെൻസറോ അല്ലെങ്കിൽ ലൈഡാറോ അങ്ങനത്തെ സാധനം യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ച് ആ ഡ്രോണിന് പൊസിഷനിങ് കൊടുക്കുക. അങ്ങനെയാണ് ഈ പറയുന്നത് GPS ഡിനൈഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരു ഓട്ടോണമസ് മൾട്ടിറോട്ടർ യൂസ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് GPS ഉള്ള ഒരു സ്ഥലത്ത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് അല്ലെങ്കിൽ ഈ പറയുന്നത് എന്തെങ്കിലും സാധനം ഫോളോ ചെയ്യുക, എന്തെങ്കിലും കാർ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ പർപ്പസ് എന്താണോ ആ പർപ്പസിന് വേണ്ടിയുള്ള പേലോഡ് ഡ്രോണിൽ അറ്റാച്ച് ചെയ്തിട്ട് ആ പേലോഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് പ്രോസസ് ഇൻഫോർമേഷൻ, ആ ഇൻഫോർമേഷൻ വെച്ച് നമ്മുടെ ഡ്രോണിലേക്ക് കമാൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാധനം ഫോളോ ചെയ്യണം, ഒരു കാറിനെ ഫോളോ ചെയ്യുന്ന ഒരു ഡ്രോൺ അതൊരു ഓട്ടോണമസ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ സം പാരാമീറ്റേഴ്സ് വെച്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇമേജ് പ്രോസസിങ് ചെയ്തിട്ടാണെങ്കിൽ ചില പാരാമീറ്റേഴ്സ് വെച്ച് ആദ്യം ആ കാർ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ആ കാർ പോകുന്നതനുസരിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കണം കാർ നമ്മുടെ ഈ എക്സ്ട്രാ വിസിക്കുന്ന പേരുണ്ടല്ലോ ആ പേരോട് വെച്ച് മനസ്സിലാക്കുക കാർ എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാക്കി ഡ്രോണിനെ അത് വെച്ച് കമാൻഡ് ചെയ്യുക. മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകാൻ കമാൻഡ് ചെയ്യുക, പുറകോട്ട് സൈഡ് അങ്ങനെ കമാൻഡ് ചെയ്തിരിക്കുക. അങ്ങനെയാണ് ഒരു ഓട്ടോണമസ് ഡ്രോൺ വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി നമുക്കൊരു ഓട്ടോണമസ് ഡ്രോൺ ഉണ്ടാക്കാൻ ആസ് ഓഫ് നോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ജസ്റ്റ് ഈ പറയുന്ന ഒരു GPS-ഉം നമുക്കൊരു ലൈഡാറും ലൈഡാർ പോലെ സെൻസറോ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് സെൻസേഴ്സോ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു ഓട്ടോണമസ് ഡ്രോൺ ഉണ്ടാക്കാൻ പറ്റും. നിലവിലുള്ള ടെക്നോളജിയുടെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ഇഷ്യൂസും ഫ്ലൈറ്റ് ടൈം നമുക്ക് ഏകദേശം ഒരുപോലെ തന്നെ കണ്ടെടുക്കാം. അതായത് ഫ്ലൈറ്റ് ടൈം വളരെ കുറവാണ്. ഈ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററീസ് അല്ലെങ്കിൽ ലിഥിയം പോളിമർ ബാറ്ററീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടൈം നല്ല കുറവാണ്. ഫ്ലൈറ്റ് ടൈം കുറവ് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ കമ്പയർഡ് ടു അതർ ബാറ്ററീസ്, ഈ പറയുന്ന നമ്മുടെ ബാക്കിയുള്ള ബാറ്ററീസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലിഥിയം പോളിമർ ബാറ്ററീസ് തരുന്ന അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് അതിന്റെ എനർജി ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ആ ബാറ്ററീസ് നമുക്ക് തരുന്ന പവർ കപ്പാസിറ്റി അതുപോലെ വോൾട്ടേജ് നല്ല കൂടുതലാണ്.
പക്ഷെ വേറെ ഏതെങ്കിലും ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സാധാ കാറിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററീസ് ഇല്ലേ, ഏകദേശം സിമിലർ അല്ല, എക്സാക്ട്ലി ആ സെയിം ബാറ്ററീസ് വിത്ത് ഹൈ ഡിസ്ചാർജ് ആണ് നമ്മൾ ഡ്രോൺസിൽ യൂസ് ചെയ്യുന്നത്. റെഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ ബാക്കി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെ വന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാഡ്കോപ്റ്ററിന്റെ കേസിൽ ഒരു 4 പ്രൊപ്പലർ ഉള്ളെങ്കിലും 4 പ്രൊപ്പലർ ഏതെങ്കിലും ഒരു പ്രൊപ്പലർ ഫെയിൽ ആയി കഴിഞ്ഞാൽ കോപ്റ്റർ കംപ്ലീറ്റ് സിസ്റ്റം ഫെയിൽ ആയിട്ട് ക്രാഷ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ പറയും കോപ്റ്ററിന് റെഡൻഡൻസി കുറവാന്ന് പറയും. റെഡൻഡൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ആ ക്വാഡ്കോപ്റ്ററിന് എടുത്ത് നമ്മൾ ഹെക്സാകോപ്റ്റർ ആണ്. ഹെക്സാകോപ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 6 റോട്ടേഴ്സ് ഉണ്ടാവും. ഈ 6 റോട്ടേഴ്സിൽ ഏകദേശം ഒരു 3 റോട്ടറൊക്കെ ഫെയിൽ ആയ, 3 റോട്ടർ ഒരു 2 റോട്ടറൊക്കെ ഫെയിൽ ആയവരെ ഡ്രോണിന് എയറിൽ നിൽക്കാൻ പറ്റും. ഈവൻ ആ എൻ്റയർ ഡ്രോൺ തന്നെ ഫുള്ളി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ബോഡി, അതായത് ഫുൾ ഡ്രോൺ ആയിട്ട് തന്നെ കറങ്ങിക്കൊണ്ടായാലും എയറിൽ നിന്നിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു നിയർലി ഒരു കൺട്രോളബിൾ ഫ്ലൈറ്റ് നമുക്ക് അറ്റൈൻ ചെയ്ത് നമുക്ക് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും, സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ബൂമായിട്ട് വരുന്ന ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഡ്രോൺസും അത് റിലേറ്റഡ് ആയിട്ട് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എയർ സ്പേസ്, നമ്മുടെ ഫ്ലൈ ചെയ്യുന്ന ഡ്രോണിന്റെ എയർ സ്പേസ് ഒരിക്കലും നമ്മുടെ അല്ല. അവിടെ മോർ ദാൻ ദാറ്റ് അവിടെ ആ ഒരു എയർ സ്പേസ് യൂസ് ചെയ്യുന്നത് നമ്മൾ മാത്രമല്ല, പക്ഷികളുണ്ടാവും, പിന്നെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ പ്രൈവറ്റ് പ്ലെയിൻസ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം അവരും നമ്മളും സെയിം എയർ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് ക്രാഷ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരിക്കലും എയർ സ്പേസ് നമ്മളിപ്പോൾ നമ്മളെ വീടിന് മേളിൽ കയറിയിട്ട് മേളിലേക്ക് നോക്കാം, അപ്പൊ നമുക്ക് ഇങ്ങനെ ആകാശം ഇങ്ങനെ കിടക്കാനാണ്. ഒരിക്കലും ആ ഫുൾ ഏരിയ നമ്മുടെ അല്ല. ആഫ്റ്റർ സം മീറ്റേഴ്സ്, ഒരു 10, 200, ഒരു 100 മീറ്റർ, ഒരു പറയുവാണെങ്കിൽ 10, 20 മീറ്റർ, 30 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ആ സ്പേസ് ശരിക്കും പറഞ്ഞാൽ DGCA കൺട്രോളാണ് വരുന്നത്. അപ്പോൾ ഇൻ എഫക്ട് ആസ് ഓഫ് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ DGCA അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ DGCയുടെ സ്പേസിൽ കൂടെ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന രീതിക്കാണ് സാധനം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡ്രോൺ ഷീൽഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന എക്യുപ്മെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇപ്പോൾ ഒരു അൺഅതോറൈസ്ഡ് ആയിട്ട് ഡ്രോൺ എവിടെയെങ്കിലും ഫ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പറയുന്ന പോലെ എവിടെയെങ്കിലും ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഹൈലി സെക്യൂരിറ്റി ഓൾറെഡി ക്ലോസ്ഡ് പെർമിസിൽ ഡ്രോൺ വരുവാണെങ്കിൽ ആ ഡ്രോണിനെ നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ്. ഈ ഡ്രോൺ ചെയ്യുന്ന എന്താണ്, ഈ ഒരു എക്യുപ്മെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പവറിൽ ഏകദേശം ഒരു ഈ പറയുന്ന നമുക്ക് ഡ്രോൺസ് യൂസ് ചെയ്യുന്ന അപ്രോക്സിമേറ്റ്ലി റേഡിയോ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ 2.4 GHz, 5.8 GHz, അതുപോലെ GPS, ഇതുപോലുള്ള കാര്യങ്ങൾ ജാം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഹൈ അതേ സെയിം ഫുൾ സ്പെക്ട്രം യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സിഗ്നൽസ് അയച്ചുകൊണ്ടിരിക്കും. കുറേയൊക്കെ സ്ഥലത്ത് ഈ സാധനം ഫെയിൽ ആവും, പക്ഷെ കുറേ അധികം സ്ഥലങ്ങളിൽ ഈ സാധനം സക്സസ് ആവും. അതായത് ഡ്രോൺസ് കൺഫ്യൂഷൻ ആയിട്ട്, അതായത് യൂസറുമായിട്ടുള്ള കോൺടാക്ട് ആവും, യൂസറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവുന്നു, അങ്ങനത്തെ ലാൻഡ് ചെയ്യും. അങ്ങനെ നമുക്ക് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡ്രോണിന്റെ കൺട്രോൾ ടേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റും, പക്ഷെ അത് നമ്മുടെ യൂസറും നമ്മുടെ ഡ്രോണും തമ്മിൽ എന്തോരം എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത് വിചാരിച്ചിരിക്കും. ആ നിലവിലുള്ള ചില ഡ്രോൺസിന്റെ പ്രോട്ടോകോൾസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതായത് ചില ഡ്രോൺസ് വളരെ നിസ്സാരം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ടെലിമെട്രി, അതായത് 3DR ഓപ്പൺ ടെലിമെട്രി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിസ്റ്റത്തിൽ കൊണ്ട് ടെലിമെട്രി കണക്ട് ചെയ്ത് നമുക്ക് ആ ഡ്രോണിന്റെ കൺട്രോൾ എടുക്കാൻ പറ്റും. പക്ഷെ ആരും അങ്ങനെ സിസ്റ്റം കൂടുതൽ ഇമ്മ്യൂണിറ്റി അല്ലാതെ കൂടുതലും സ്റ്റഡി പർപ്പസിന് വേണ്ടി കണ്ടിട്ടുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന പോലെ തന്നെ പ്രോട്ടോകോൾസും അതുപോലെ കമ്മ്യൂണിക്കേഷനിലെ എൻക്രിപ്റ്റ് ആണ്. കാരണം വേറൊരാൾക്ക് നമ്മുടെ ഡ്രോൺ, നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ഡ്രോണിന്റെ കൺട്രോൾ കിട്ടാണ്ടിരിക്കും. ഇതല്ലാണ്ട് വേറെ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഡ്രോൺ വെച്ച് സംതിങ് സിമിലർ ടു ഫിഷിംഗ് നെറ്റ് പോയിട്ട് നേരെ നമ്മൾ ആ ഡ്രോൺ വെച്ച് മറ്റേ ഡ്രോൺ ലൊക്കേറ്റ് ചെയ്ത് അതിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴും ആ ഡ്രോണിന്റെ ക്രാഷ് ആവും. പിന്നെ ആൾക്കാരെ ലേസേഴ്സ് വെച്ച് എയറിൽ വെച്ച് ഡ്രോൺ ബേൺ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡ്രോൺ ഇൻഡസ്ട്രി എങ്ങനെയാണോ വളർന്നു വരുന്നത് അതുപോലെ തന്നെ ഡ്രോൺ ആൻഡ് സെക്യൂരിറ്റി, അതായത് ഡ്രോൺസ് ഇങ്ങനെ നശിപ്പിക്കും അല്ലെങ്കിൽ ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊരു ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ വളർന്നു വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇതെല്ലാം ആൾക്കാരാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീ പിടിച്ച സ്ഥലത്തെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്. നിങ്ങൾ അതിന് തെർമൽ ക്യാമറ വെച്ചുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് കാണുന്നത്. ബേസിക്കലി വേറെ ഒന്നുമല്ല, നമ്മൾ തെർമൽ ക്യാമറ വെച്ച് ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്യുന്നു, പോയി റെസ്ക്യൂ ചെയ്യുന്നു. ഈ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഡ്രോൺ അല്ല പോകുന്നത്, ആള് തന്നെ പോകും, ആള് റെസ്ക്യൂ ചെയ്യുന്നു. സോ വൈ ഡ്രോൺ ഡാറ്റ ലീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ മെൻഷൻ DJI എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ ഞാൻ തന്നെ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രെമിസിൽ കൂടെ ഡ്രോൺ ഫ്ലൈ ചെയ്തു, എന്നിട്ട് ആ ഡേറ്റ ക്ലൗഡിൽ ഷെയർ ചെയ്തു അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഷെയർ ചെയ്തു. അപ്പൊ അതൊക്കെ ആക്ച്വലി സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് ശബരിമലയില് കേരള പോലീസ് എന്തോ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരള പോലീസ് എന്തോ സർവൈലൻസിന് വേണ്ടി ഒരു ഡ്രോൺ പൈലറ്റിനെ ഹയർ ചെയ്തു.
അപ്പൊ പുള്ളി ഒന്ന് ഫുൾ വീഡിയോ ഒക്കെ എടുത്തു, എന്നിട്ട് തിരിച്ചു പോയിട്ട് ആള് തിരിച്ച് വീട്ടിൽ വന്ന് ഫുൾ സാധനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. സാധനം ടേക്ക് ഡൗൺ ചെയ്തു എന്തായാലും എനിവേ. പക്ഷെ ആ ഒരു സമയം കൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് ഉണ്ട്. കാരണം ഡ്രോൺ അത്രയും ക്ലോസ് ആയിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലത്തെ സാറ്റലൈറ്റ്സിൽ നിന്ന് കിട്ടാത്ത കുറെ കൂടി പ്രിസൈസ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുണ്ടോ. പക്ഷേ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതുപോലത്തെ ഡേറ്റാസ് വെച്ച് അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ ഈ പറയുന്ന പോലെ ഡ്രോൺ ആണെങ്കിലും എന്തൊക്കെ മുന്നേ വെച്ചാലും നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ മറ്റൊരാളുടെ പ്രൈവസിയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി അഫക്ട് ചെയ്യുന്ന രീതിയിൽ പ്രോസസ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. ഈ പറയുന്ന പോലെ ഈ DJ ഡ്രോൺസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഡ്രോൺ ആണ് കൂടുതൽ ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ഈ ഫിലിമിന് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. അവർ നമ്മൾ ഈ ഫ്ലൈ ചെയ്യുന്ന കംപ്ലീറ്റ് ലൊക്കേഷൻ, അതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇമേജസ്, ഇതെല്ലാം അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൂടുതലും പോയിക്കൊണ്ടിരുന്നത് ചൈനീസ് സെർവേഴ്സിലേക്കാണ്. ഇപ്പൊ ആ സാധനം കുറേയധികം കുറച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് സ്വന്തമായിട്ട് ലൈക്ക് കുറെ കൂടി ഡേറ്റ കുറേ എൻക്രിപ്റ്റഡ് ആണ്, നിങ്ങളുടെ ഡേറ്റ സേഫ് ആണെന്ന് പറഞ്ഞു. ഇന്നെഫക്റ്റ് ആ ഒരു കേസ് കൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ ഉണ്ട്. US DJI എന്ന് പറയുന്ന കമ്പനിയുടെ ഡ്രോൺസ് ബാൻ ചെയ്തത്. അപ്പൊ അവർ ആ ഒരു കമ്പനിക്ക് സർവൈവ് ചെയ്യണം, അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് US വേണ്ടി മാത്രം സെപ്പറേറ്റ് സെർവർ ഒക്കെ വെച്ച് കൊടുത്തായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇന്ത്യയിൽ ഡ്രോൺ ലീഗലി ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രോൺസ് ഇതിനുമ്പോൾ ഫ്ലൈ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഏത് ഡ്രോണാണ് ഫ്ലൈ ചെയ്തിട്ടുള്ളത്? ശരൺ RC കാർ പോലത്തെ ഡ്രോണോ? അതേത് ഡ്രോണോ മനസ്സിലായില്ല. സാർ ഈ ആമസോണിൽ കിട്ടുന്ന ചെറിയ ഡ്രോൺ ഇല്ലേ? ഓക്കെ മനസ്സിലായി. അല്ല ക്വാഡ്കോപ്റ്റർ എന്നല്ലായിരുന്നോ? അതെ സർ. ഓക്കെ. ബേസിക്കലി ആ ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വലിയ ഡ്രോൺ ഫ്ലൈ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നോക്കിയാൽ മതി. ഓക്കെ. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇന്ത്യയിൽ ഡ്രോൺ ലീഗലി ഫ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇന്ത്യയിൽ നിലവിലെ ഡ്രോൺസ് നമുക്ക് തിരിച്ചിരിക്കുന്നത് ഇത്രയും കാറ്റഗറിയാണ്: നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം, ലാർജ്. ഇതെല്ലാം വെയിറ്റ് വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അധികം നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രോണിന്റെ വെയിറ്റ് 250 ഗ്രാമിന് താഴെയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഡ്രോണിന്റെ വെയിറ്റ് 250 ഗ്രാമിന് താഴെയാണെങ്കിൽ ഒരു 15 മീറ്റർ താഴെ നിങ്ങൾക്ക് ആ സാധനം ലീഗലി ഫ്ലൈ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രോണിന്റെ വെയിറ്റ് 250 ഗ്രാമിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രോൺ 15 മീറ്ററിന് താഴെ വിത്തൗട്ട് എനി പെർമിഷൻ ഫ്ലൈ ചെയ്യാം. ആകെ നിങ്ങൾക്ക് 18 വയസ്സിന് കൂടുതലായിരിക്കണം എന്നുണ്ട്. ബാക്കി വേറെ റെസ്ട്രിക്ഷൻ ഇല്ല. അതേസമയം ഒരു മൈക്രോ ഡ്രോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 2 കിലോഗ്രാം വരെ ഡ്രോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വേണം. 2 കിലോഗ്രാമിന് മേലുള്ള എല്ലാ ഡ്രോൺസിനും ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വേണം. പിന്നെ പൈലറ്റിന് ലൈസൻസ് വേണം. ഈ പറയുന്ന മൈക്രോ ഡ്രോൺ ഫ്ലൈ ചെയ്യാനും പൈലറ്റ് ലൈസൻസ് വേണം. ഓക്കെ. പിന്നെ ഇന്ത്യയിൽ നിലവിൽ ഡ്രോൺസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾ ആണ് നോ പെർമിഷൻ ആൻഡ് നോ ടേക്ക് ഓഫ് എന്ന പ്രോട്ടോകോൾ. സാധനം NPND കേൾക്കുമ്പോൾ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് സംഭവം ഇങ്ങനെ പറയുന്നത്, അതായത് നമുക്ക് എവിടെയെങ്കിലും ഡ്രോൺ ഫ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമ്മളെ ലൊക്കേഷനിൽ പോകുന്നു, നമ്മുടെ ഡ്രോണുമായിട്ട് ലൊക്കേഷനിൽ ചെല്ലുന്നു. എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഡിജിറ്റൽ സ്കൈയുടെ ആപ്പിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഓക്കെ, എന്റെ പൈലറ്റ് ഐഡി ഇതാണ്, എന്റെ ഡ്രോണിന്റെ നമ്പർ ഇതാണ്, ഞാൻ ഫ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ ഇതാണ്, ഞാൻ ഒരു 1 മണി മുതൽ അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം ഫ്ലൈ ചെയ്യും, അപ്പോൾ ഞാൻ ഫ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്ത് ഇതാണ്, ഞാൻ ഏകദേശം ഫ്ലൈ ചെയ്യുന്നത് ഇത്ര ആൾട്ടിറ്റ്യൂഡിലായിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മാനുവലി റെക്കോർഡ് ചെയ്തിട്ട് ഡിജിറ്റൽ സ്കൈയുടെ സെർവറിൽ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഡിജിറ്റൽ സ്കൈയുടെ സെർവർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിജിറ്റൽ സ്കൈ ഓക്കെ, ആ പറയുന്ന ലൊക്കേഷൻ ഓക്കെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ VIP വിസിറ്റ്സ് ഒന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഡ്രോണിലേക്ക് തിരിച്ചൊരു കൺഫർമേഷൻ മെസ്സേജ് അയക്കും. അപ്പോൾ ആ കൺഫർമേഷൻ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഡ്രോൺ സ്റ്റാർട്ട് ആവുള്ളൂ. സ്റ്റാർട്ട് ആവുന്ന വെച്ചാൽ നമുക്ക് പവർ ചെയ്ത് വെക്കാം, പക്ഷേ റൊട്ടേഴ്സ് ആം ആവില്ല. ആം ഇൻ ദ സെൻസ് അതായത് നമ്മുടെ കോപ്റ്റർ റൊട്ടേറ്റ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ കോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. നമ്മളിപ്പോൾ കാറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കീ ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ല, അപ്പോൾ വണ്ടി ഓണാ കിടക്കും. പിന്നെ നമുക്ക് ഇഗ്നിഷൻ എന്നൊരു പ്രോസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വാഡ്കോപ്റ്ററിന്റെ ആമിങ് അല്ലെങ്കിൽ ഡ്രോണിന്റെ ആമിങ് നമുക്ക് ഇഗ്നിഷൻ എന്ന പ്രോസസ്സായിട്ട് പറയാം. ഡ്രോൺ ഓൺ ആയിട്ടിരിക്കും, പക്ഷെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. വൺസ് നമുക്ക് NPND പ്രോട്ടോകോളിൽ നമുക്ക് ഫ്ലൈറ്റ് പെർമിഷൻ കിട്ടി, നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ സാധനം ഫ്ലൈ ചെയ്യാൻ പറ്റൂ. അതാണ് NPND എന്നുള്ള പ്രോട്ടോകോൾ. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോഗ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫ്ലൈ ചെയ്ത്, ഏതൊക്കെ റൂട്ടിൽ കൂടെയാണ് പോയത്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ച് അപ്ലോഡ് ചെയ്യണം.
ബേസിക്കലി നമ്മൾ അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലൈ ചെയ്യണതിന് മുമ്പ് നമ്മുടെ ഡ്രോൺ ഇതാണ്, നമ്മുടെ ഐ ഡി ഇതാണ്, നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ ഇതാണ്, ഇന്ന സ്ഥലത്ത് നമ്മൾ ഫ്ലൈ ചെയ്യും, ഇന്ന സമയത്ത് നമ്മൾ ലാൻഡ് ചെയ്യും, ഇത്ര സ്ഥലം കൊടുക്കുന്നു, നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നു, നമ്മൾ ഫ്ലൈ ചെയ്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് പോയത്, അതായത് നമ്മുടെ കംപ്ലീറ്റ് സെൻസർ ഡാറ്റ ഇൻക്ലൂഡിങ് സെൻസർ ഡാറ്റ, GPS ഡാറ്റ, ആൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ഇതുള്ള ഡേറ്റാസ് എല്ലാം നമ്മൾ തിരിച്ച് ഡിജിറ്റൽ സ്കെയിലേക്ക് അപ്ലോഡ് ചെയ്യണം. ആ കാര്യം അവർ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ റെഫറൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോൺ ഫ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ക്രാഷോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്നറിയാനും, വേറെ എന്തെങ്കിലും പ്രൈവസി ഇഷ്യൂസോ അല്ലെങ്കിൽ ആരെങ്കിലും സെക്യൂരിറ്റി ത്രെറ്റോ അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇതൊക്കെ നിലവിൽ കുറേയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ നിലവിലും ഇപ്പോഴും NPNT കോമ്പാറ്റബിൾ ആയിട്ട് ഡ്രോൺസ് വളരെ കുറച്ച് ഇന്ത്യയിലുള്ളൂ. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോഴും ഫുള്ളി കംപ്ലീറ്റഡ് അല്ല. നിലവിൽ ഡ്രോൺസ് എല്ലാം UAN വെച്ച് കൊടുക്കുന്നുണ്ട്, അതായത് ഐഡന്റിഫിക്കേഷൻ നമ്പർ വെച്ച് ഡ്രോൺസ് കൊടുക്കും. പക്ഷെ ഒരിക്കലും അതായത് NPNT കോമ്പാറ്റബിൾ ആണ്. NPNT എന്ന് വർക്ക് ആവും, അതായത് NPNT സിസ്റ്റം എന്ന് ഫുള്ളി റെഡി ആവും, അന്ന് മുതൽ ആ ഡ്രോൺസ് നമുക്ക് ഫ്ലൈ ചെയ്യും. പക്ഷെ ആസ് ഓഫ് NPNT സിസ്റ്റം റെഡി അല്ല. നിലവിൽ ആ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഐഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഇതാണ്. അപ്പോൾ ഇത് ഫ്രം മാനുഫാക്ചറിങ് ടു ഫ്ലൈറ്റ്, അതായത് ഫ്രം മാനുഫാക്ചറിങ് മുതൽ ഈ പറയുന്ന NPNT അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോകോൾസ് എല്ലാം അനുസരിച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡ്രോൺസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കണം NPNT കോമ്പാറ്റബിൾ ആണോ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഡ്രോൺ സെല്ല് ചെയ്യാൻ നേരത്തെ, അതായത് നമ്മുടെ വണ്ടികളൊക്കെ ഒരുക്കുന്നു, എല്ലാ വണ്ടിക്കും രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഡ്രോൺസ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. അപ്പൊ ആ നമ്പർ വെച്ച്, അതായത് ഇന്ന രജിസ്ട്രേഷനുള്ള ഡ്രോൺ ഇന്ന ആളുടെ പേരിലായിരുന്നു, അപ്പൊ ഇന്ന് മുതൽ അത് വേറൊരാളുടെ പേരിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡ്രോൺ ലെൻഡിങ് സർവീസ് വരുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ്. പിന്നെ ഫ്ലൈറ്റ് ലോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പാത്ത്, നമ്മുടെ ഫുൾ ഡാറ്റ, ഫ്ലൈറ്റ് പാത്ത്, നമ്മൾ ഫ്ലൈ ചെയ്ത ലൊക്കേഷൻ, നമ്മൾ എന്തൊരു ബാറ്ററി യൂസ് ചെയ്തു, നമ്മൾ ഏതൊക്കെ ലൊക്കേഷനിലൂടെ ഫ്ലൈ ചെയ്തു, ഏത് ഹൈറ്റിലാണ് ഫ്ലൈ ചെയ്തത്, നമ്മൾ ഇമേജ് എടുത്തോ, വീഡിയോ ആണ് എടുത്തോ, അതുള്ള കാര്യങ്ങൾ എടുക്കണം. ഓക്കെ, കാര്യമായ സിസ്റ്റം നോക്കുമ്പോൾ നല്ലൊരു സിസ്റ്റമാണ്, കാരണം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. ഈ പറയുന്ന പോലെ ഫുള്ളി നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സ്പെഷ്യലി നമ്മുടെ പ്രൈവസി ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ത്രെറ്റ് അതുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ എന്ന് ഇംപ്ലിമെന്റ് ആവും എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷെ എനിവേ ഓരോ എവറി വീക്ക് ദേ ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പഠിക്കണം, നിങ്ങൾക്ക് ലീഗലി ഫ്ലൈ ചെയ്യാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് DGC. ഇത് അടുത്തുള്ള 3 ലൊക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. കുറേയധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പക്ഷെ അടുത്തുള്ള 3 ലൊക്കേഷൻസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് രാജീവ് ഗാന്ധി അക്കാഡമി ഓഫ് ഏവിയേഷൻ തിരുവനന്തപുരത്ത് പോകാം, അല്ലെങ്കിൽ മൈസൂര് ഓറിയൻ ഫ്ലൈറ്റ് ഏവിയേഷൻ അക്കാഡമി ഉണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ ഉണ്ട്. ഇതല്ലാണ്ട് കുറച്ച് പ്രൈവറ്റ് ഏജൻസീസും നിലവിൽ ലൈസൻസ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു കരിക്കുലോ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് മെറ്റീരിയൽസ് ഒന്നും റെഡി ആയിട്ടില്ല. കുറേയധികം ആൾക്കാർ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ നിലവിൽ ഏകദേശം ഒരു 500-ൽ താഴെ പൈലറ്റ് ലൈസൻസ്, ഡ്രോൺ പൈലറ്റ് ലൈസൻസ് ഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇവര് കോഴ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസീസ് കോഴ്സിന് ചാർജ് ചെയ്യുന്നത് ഏകദേശം 50,000 ആണ്. 50,000 പ്ലസ് GST ആണ് നിലവിൽ ചാർജ് ചെയ്യുന്നത്. അതൊരു 5 ഡേ കോഴ്സാണ്. ബേസിക്കലി നിങ്ങൾക്ക് അവിടെ ഒരു ഫിക്സഡ് വിങ് അല്ലെങ്കിൽ ഒരു മൾട്ടി റോട്ടർ, അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസ്, പിന്നെ NPNT കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഡ്രോൺ നിങ്ങൾക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ആ 5 ഡേയ്സ് കൊണ്ട് പഠിക്കാൻ പറ്റും. പിന്നെ ആസ് ഓഫ് നോ എല്ലാ ഡ്രോണിന്റെ ബേസിക്സും പറയുന്ന ഫിക്സഡ് വിങ് ആയാലും മൾട്ടി റോട്ടർ ആയാലും ഒരു ഹെലികോപ്റ്റർ ആയാലും അതിന്റെ ഡ്രോൺ ഒരു ബേസിക് UAV ഫുൾ ബേസിക്സ് അവരെ കോഴ്സിൽ കവർ ചെയ്യും. പിന്നെ നിലവിൽ നിങ്ങൾ ഡ്രോൺ ഉണ്ടാക്കി നിങ്ങൾക്ക് ഡ്രോൺ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് NPNT കോമ്പാറ്റബിൾ ആണ്, സാധനം റെഡിയാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് ഇതാണ്. ഇപ്പൊ ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്തുള്ളത് മൂന്നാറുള്ള ദേവികുളമാണ് ലൊക്കേഷൻ. ഇതെല്ലാം കാണണമെങ്കിൽ digitalsky.dgca.gov.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. Sir.
സർ ഫ്ലൈറ്റ് ടൈം കൂട്ടാനായിട്ട് പവറിന്റെ വല്ല ഓൾട്ടർനേറ്റീവ് പവർ യൂസ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും റിസർച്ചസ് ഇപ്പൊ നടക്കുന്നുണ്ടോ? ചിലത് ഈ പറയുന്ന പോലെ ഹൈഡ്രജൻ സെൽസ് വെച്ച് ഡ്രോൺസ് നോക്കുന്നുണ്ട്. പക്ഷേ അറിയാം ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് ആണ്, അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇപ്പോഴും കൂടുതൽ ആൾക്കാർ ബാറ്ററീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ഓൺ റിസർച്ച് പർപ്പസ് അല്ലെങ്കിൽ ഓൺ സ്റ്റഡി പർപ്പസ് ഈ പറയുന്ന പോലെ ഹൈഡ്രജൻ സെൽസ് വെച്ച് ഡ്രോൺസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ സർ, താങ്ക് യു. So we can ask doubts either by unmuting or in chats. Any more doubts? So I think there are no doubts anymore. So on behalf of IEEE GC Wayanad, I would like to take this opportunity to express my sincere gratitude to our speaker, Abraham sir. Thank you, sir, for this wonderful session. I also thank Avinash sir for supporting us. I also thank each one of you for your participation and support. Thank you all. Thank you, sir. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, ഈ പറയുന്ന പോലെ എനിക്ക് ഈ സാധനം ഓൺലൈൻ എടുക്കാൻ ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു എനിക്ക് ഓൺലൈൻ എടുക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. കാരണം ഈ പറയുന്ന ഒരു ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ഡ്രോൺസ് കൂടുതൽ എല്ലാവർക്കും ക്യൂരിയോസിറ്റി അത് ഫ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ അത് ഫ്ലൈ ചെയ്ത് കാണാനുമാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് ഓൺലൈൻ സെഷനിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എക്സ്പെഷ്യലി ഇതുപോലത്തെ ഒരു ടോപ്പിക്ക് ഡിഫൈൻ ചെയ്യാൻ എനിക്ക് അത് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് എനിവേ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിവേ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രോൺ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പറിൽ ഐദർ വയ വാട്സാപ്പ് ഓർ ജസ്റ്റ് മെയിൽ ചെയ്താൽ മതി. ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ. ഓക്കെ, താങ്ക് യു. Everyone, please fill the feedback for before leaving.